അസ്സലാമു അലൈക്കും. ബഹുമാന്യ അധ്യക്ഷൻ, സെൻട്രൽ KMCCയുടെ പ്രസിഡന്റ് ബഹുമാന്യ സയ്യിദ് അഷ്റഫ് തങ്ങൾ, ചന്ദ്രയുടെ പത്രാധിപരും എൻ്റെ ബഹുമാന്യ സ്നേഹിതനുമായ ബഹുമാന്യായ MI തങ്ങൾ, വേദിയിലിരിക്കുന്ന കുഞ്ഞാഴ്ച സാഹിബ്, കുന്നുമൽ കോയ സാഹിബ്, അബ്ദുറഹ്മാൻ സാഹിബ്, ഹംസമൂപ്പൻ, അത് സമസ് പൊടിഞ്ഞി, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ലീഗിനെ പറ്റി ഒരുപാട് അറിഞ്ഞ നിങ്ങളോട് ലീഗിനെ പറ്റി ഞാൻ പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിരുന്നാലും എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് ഒരുമിച്ച് എല്ലാവരും ഒന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇവിടെ അന്ത്യ മൂത്ത് മാങ്ങിയ മൂത്ത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെന്തിനാ ഈ തമ്മിലടിച്ചിട്ട് ആവശ്യം? ഇവിടെ അല്ല നിങ്ങൾക്ക് ആർക്കൊരു പഞ്ചായത്ത് മെമ്പറോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ അസംബ്ലിക്കൊക്കെ നിൽക്കാൻ കഴിയുമോ? നിങ്ങളിങ്ങനെ എല്ലാവരും ഒരുമിച്ച് നല്ലതൊക്കെ പോയാൽ സംഘടന ഉണ്ടാവും. എല്ലാവരും തമ്മിൽ ഭിന്നിച്ചിട്ട പോലെ നമ്മൾ കഴിഞ്ഞ 2006 അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് കണ്ടില്ലേ? അവിടെ ഇതേമാതിരി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വെച്ച് കണ്ടാണ് അത് കൊളായി. അവസാനം നമ്മൾ ആര് കുത്തിയാലും തോൽക്കൂലെന്ന് വിചാരിച്ച കുറ്റിപ്പുറവും താനൂരും ഒക്കെ വോട്ട് കുറഞ്ഞ്, അതുപോലെ തന്നെ നമ്മളെ നേതാക്കന്മാരൊക്കെ മുനീർ സാഹിബും കുഞ്ഞാലി സാഹിബും ബഷീർ സാഹിബും ഒക്കെ തോറ്റു. അത് നമുക്കൊരു പാടാണ്. നമ്മൾ വിചാരിച്ച് നമ്മളിപ്പോഴും പഴയ കാലത്ത് ആര് പറഞ്ഞാലും നമ്മൾ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുന്നില്ല ധാരണയിൽ നിൽക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മൾ വരണം. ഇപ്പോൾ ഇവിടെ തന്നെ എന്താ വെച്ചാൽ തമ്മിലിപ്പം ഒന്ന് സെൻട്രൽ കമ്മിറ്റി ആയിട്ട് പ്രശ്നം. ഞാൻ പറയാം, എനിക്കത് ഏകദേശം മനസ്സിലായിട്ട്. ഇപ്പോൾ തുറന്ന് പറയാൻ ഇപ്പോൾ യാതൊരു കാര്യമില്ലല്ലോ, കിട്ടുന്നിടത്തല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. ആരോടെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മളെല്ലാവരും ഇത് ഒരുമിച്ച് നിൽക്കണം. നിങ്ങളത് അങ്ങോട്ട് പ്രസിഡന്റ് വേറെ, സെക്രട്ടറി വേറെ, ഓർഗനൈസ് സെക്രട്ടറി വേറെ, മറ്റോ ജോയിന്റ് സെക്രട്ടറി വേറെ, മറ്റോനോട് പറഞ്ഞില്ല മറ്റോ പറഞ്ഞില്ല, കുറച്ച് മലപ്പുറം ജില്ലക്കാർ അങ്ങേപ്പുറത്ത്, കുറച്ച് കണ്ണൂർ ജില്ലക്കാർ ഇങ്ങേപ്പുറത്ത്, ഇതായിട്ട് എവിടെ പോയിട്ട് നമ്മൾ നടക്കുക? സംഗതി വെച്ചാൽ ആദ്യം നമ്മൾ പാർട്ടിയുടെ നോമിനേഷൻ നിർത്തിയാൽ തന്നെ ഇതൊക്കെ നന്നാവും. ഒക്കെ സംഘടനാ അടിസ്ഥാനത്തിൽ, മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയിലെ പ്രവർത്തന സമിതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഞാനും തങ്ങളൊക്കെ നന്നായി വെട്ടി തുടങ്ങി. ഞാൻ കുറച്ചുകൂടി കടന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന സമിതി കൂടി, അത് കഴിഞ്ഞ് കൗൺസിൽ കൂടിയിൽ ഇനി മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ മെമ്പർഷിപ്പിന് കഴിഞ്ഞൊക്കെ മുമ്പ് കാലങ്ങളിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. താഴത്ത് വാർഡ് കമ്മിറ്റി, പഞ്ചായത്ത് കമ്മിറ്റി ഒക്കെ മത്സരം ഉണ്ടാവും. പിന്നെ മേലക്ക് എത്തിയ നേതാക്കന്മാരുടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി മണ്ഡലം അങ്ങനെ, ജില്ല അങ്ങനെ, സ്റ്റേറ്റ്, അത് പറ്റൂല പറഞ്ഞിട്ട് പ്രാവശ്യം. ഇപ്പോൾ എല്ലാം ആ ജനാധിപത്യ രീതിയിൽ പോവുക. അതിനൊരു ടൈം ബോണ്ട് വെച്ചാണ് പരിപാടി നടത്തുക. അങ്ങനെ ജൂലൈ ആകുമ്പോഴത്തിന് പഞ്ചായത്ത് കമ്മിറ്റി, ആഗസ്റ്റ് ആകുമ്പോഴത്തിന് മണ്ഡലം കമ്മിറ്റി, റംസാൻ കഴിഞ്ഞിട്ട് ഒക്ടോബർ ആകുമ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി, അങ്ങനെ വരും. മറ്റെന്താ വെച്ചാൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി വന്ന് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി വന്നിരുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് 7 കൊല്ലത്തെ കാലാവധി, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് 4 കൊല്ലത്തെ കാലാവധി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉണ്ടാകാൻ പാടില്ലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പൊതുവെ KMCC ആണ് പണ്ട് നമ്മൾ ലീഗ് 2 ആണ്ടിന് മുമ്പ് ചന്ദ്രിക റീഡേഴ്സ് ഫോറേ ലീഗ് വന്നതിന് ശേഷമാണ് നമ്മളിത് KMCC ആയിട്ട് വന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. പിന്നെ പലയിടത്തും പ്രശ്നം ഉണ്ടായി. കുവൈത്തിൽ KMCC പിരിച്ചുവിട്ട് 20% ആൾക്കാർ വേറെ, 80% ആൾക്കാർ വേറെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തങ്ങൾ പോയതിനു ശേഷമാണ് അത് നന്നായത്. മക്കത്ത് വോട്ടിംഗ് നടത്തി 93 വോട്ടിലോന് 12 വോട്ടിലോ പോയി കണ്ട് അത് കമ്മിറ്റി അങ്ങോട്ട് കൊണ്ട് മറിച്ച് അങ്ങനെയൊക്കെ കൂടി ആയിട്ട് അത് കൊള്ളായി. അപ്പോൾ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിലിങ്ങനെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ ഇങ്ങനെ നമ്മളാകുമ്പോൾ ഇതിൽ കാണേണ്ട ഒരു ദോഷകരമായ സംഭവം എന്താ വെച്ചാൽ, നമ്മളെ ആളുകൾക്ക് ഇപ്പോൾ ഇതേമാതിരി വ്യാഴാഴ്ച വെള്ളിയാഴ്ചക്കാണ് ഇവിടെ ഒത്തുകൂടുക. നമുക്കറിയില്ല, എല്ലാവർക്കും ചുറ്റുപാടാണ്. അപ്പോൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഒത്തുകൂടുമ്പോൾ നമുക്കൊരു വേദി, പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് ഒത്തുകൂടാൻ, പരസ്പര ആശയങ്ങൾ അങ്ങോട്ടൊക്കെ പിന്നെ അങ്ങോട്ടോട്ട് കൈമാറാനാണ് നമ്മുടെ ഈ KMCC. ഇതിൻ്റെ പ്രവർത്തനം ഇല്ലാതെ അതിങ്ങനെ മരവിച്ച് നിന്നാലും എന്താ വെച്ചാൽ, ഈ NDF-കാരനും ഈ INL-കാരനും അതുപോലെ മതസംഘടനകളുടെ ആധിക്യം ഉണ്ടായിക്കൊണ്ട് പാർട്ടിക്കുള്ള പ്രസക്തി അത് നഷ്ടപ്പെടും. കാരണം പിന്നെ NDF-കാരൻ കയറും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്തെങ്കിലും പരിപാടിയൊന്നും ഇല്ലെങ്കിൽ എന്താ മോനെ വിളിച്ചിട്ട് അയക്കാണ്ട് പോകും. മറ്റേ INL-കാരൻ ആരെങ്കിലും വന്നാൽ മോൻ വിളിച്ച് അയക്കാണ്ട് പോകും. അങ്ങനെ നമ്മൾ ക്രമേണ സംഘടന ഇല്ലാതെയാവും. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ നമ്മളെപ്പോഴും കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ ഒരു കാലഘട്ടത്തിന് എങ്ങനെ കുത്തിയാൽ 5 സീറ്റ് ജയിക്കുന്നു വിചാരിച്ചില്ല. കുറ്റിപ്പുറം, മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി, താനൂർ. നമുക്കറിയില്ല കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായ സ്ഥിതി. കൂട്ടരെ നിങ്ങളൊന്നും മനസ്സിലാക്കണം. പണ്ടൊക്കെ നമ്മളെ കാരണന്മാരും ഒക്കെ ലീഗ് എന്ന് പറഞ്ഞാൽ അതിനാണ് വോട്ട് ചെയ്തിരി. അതിൽ ആ തലമുറേൻ്റെ ആളുകളൊക്കെ 40% മരിച്ചുപോയി. പിന്നെ വന്ന പുതിയ തലമുറ ഓരോ ആശയങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യത്യസ്ത രീതിയിലായി കഴിഞ്ഞാൽ പലരും പല തോണിയിലേക്കാണ് പോയി. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ നമ്മളെല്ലാവരും നല്ല വോട്ടിനൊക്കെ ജയിക്കുന്നു വിചാരിച്ചു. നമ്മൾ മജീദ് സാഹിബ്
2004 പാർലമെന്റ് തോറ്റപ്പോൾ അത് നമുക്ക് എവിടെ ചോദിച്ചൊന്നും നമുക്ക് ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അത് മജിദാക്കിയതോടെ തോറ്റതിൽ ഒരു ധാരണയിൽ അല്ലാണ്ട് വിട്ടു. പക്ഷെ സംഗതി അതല്ലായിരുന്നു. നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും ആളുകളും 18-ന്റെയും 25-ന്റെയും വഴിയിലെ ചെറുപ്പക്കാരുടെ വോട്ടുകളൊക്കെ നന്നായി മറിഞ്ഞു പോയി. നമ്മൾ അത് വികസനം കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. നമുക്ക് വോട്ട് കിട്ടിയില്ല. 48,000 വോട്ടിന് നമ്മൾ തോറ്റു. മഞ്ചേരി മണ്ഡലത്തിൽ നമ്മൾ അന്ന് നമ്മൾ ലീഡ് ചെയ്യുന്നത് 900 വോട്ടിന്, മലപ്പുറത്ത് 4000 വോട്ടിന്, കൊണ്ടോട്ടി നമ്മൾ 2000 വോട്ടിന്. നമ്മൾ 1,00,000 വോട്ട് ലീഡ് വരുന്നത് വിചാരിച്ച 3 മണ്ഡലത്തിലാണ് അന്ന് നമുക്ക് അങ്ങനെ ഒരു ചോർച്ച പറ്റി. അസംബ്ലിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളെല്ലാം ഉന്നതമായ നേതാക്കന്മാരാണ് കഴിഞ്ഞതിൽ നമ്മൾ പരാജയപ്പെട്ട്. എന്നാൽ നമ്മൾ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ലേനു. നമ്മുടെ സമുദായത്തിന് ഗവൺമെൻറ് കാലത്ത് ഏറ്റവും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ 1970 മുതൽ, ഇപ്പോൾ എനിക്കൊക്കെ ഒരു ഓർമ്മിച്ച കാലം മുതൽ 70 എന്ന് പറയേണ്ടി വരും. ഒരു 70 മുതലുള്ള കാലഘട്ടത്തിൽ നമ്മൾ അധികാരത്തിൽ വന്ന കാലഘട്ടം മുതലുണ്ടായിരുന്ന നേട്ടങ്ങൾ, ആ കാലത്തുണ്ടായിരുന്ന മലപ്പുറം ജില്ലയും മലബാറിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ സ്ഥിതിവിവര കണക്കുകൾ. ഷാക്കിർ അഹമ്മദ് കുട്ടി സാഹിബും CH മോഹൻ സാഹിബൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അന്ന് സ്കൂൾ കൊടുത്തത്. 978 ഷാക്കിർ CHന്റെ ഇലക്ഷൻ കേസിൽ CH രാജിവെച്ചതിന് ശേഷം ബഹുമാനായ ഷാക്കിർ അഹമ്മദ് കുട്ടി സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ 308 സ്കൂൾ കൊടുത്തു. അന്ന് 282 കൊടുത്തത് മലപ്പുറം ജില്ലയിലാണ്. അന്ന് LP സ്കൂളും UP സ്കൂളും കൊടുക്കുമ്പോൾ സ്കൂൾ ഏറ്റെടുത്ത് നടത്താൻ ആൾക്കാരെ കിട്ടായിട്ട് CHും ഷാക്കിരും നമ്മുടെ നേതാക്കന്മാരൊക്കെ അന്ന് ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെങ്കിലും അജയന്മാരെ സ്കൂൾ നടത്താൻ ഏൽപ്പിക്കണം. ഇപ്പോഴാ കിട്ടാൻ വേണ്ടി മത്സരം. കാരണം എന്താ വെച്ചാൽ അന്ന് അധ്യാപകർക്ക് ശമ്പളം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാണതിലെ അവസ്ഥയിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കോളേജുകളിലായി. 82 മുതൽ നമ്മൾ കോളേജുകൾ കൊടുക്കൽ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ 1-2 കോളേജുകൾ. ഇന്ന് 14 ആർട്സ് കോളേജ് ഉണ്ട് മലപ്പുറം ജില്ലയിൽ. ബഷീർ സാഹിബ് മന്ത്രിയായ കാലഘട്ടത്തിൽ ഇപ്പോൾ മഞ്ചേരി യൂണിറ്റ് വിമൻസ് കോളേജ് വന്നു. 82 CHും CH ഒക്കെ കാലത്ത് കൊണ്ടോട്ടിയിൽ EMA കോളേജ് വന്നു. പിന്നെ ബഷീർ സാഹിബിൻ്റെ കാലത്ത് അരീക്കോട് കോളേജ് കൊടുത്തു. അതുപോലെ തന്നെ കുറ്റിപ്പുറത്ത് എഞ്ചിനീയറിംഗ് കോളേജ് കൊടുത്തു. പെരിന്തൽമണ്ണ ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ 4 ഡെന്റൽ കോളേജ്, 2 എഞ്ചിനീയറിംഗ് കോളേജ്, 1 മെഡിക്കൽ കോളേജ്, ഇതൊക്കെ മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ പണ്ട് നമ്മളൊക്കെ പഠിപ്പിച്ചത് സാറാമ്യോ ദ്രേസ്യാമ്യോ അല്ലെങ്കിൽ ജോർജോ അല്ലെങ്കിൽ മസൂദിനൊക്കെ തെക്കുന്ന് വരികയാണ് മാഷന്മാരാകാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ കാലഘട്ടത്തിൽ അതില്ലേനോ. അതെന്താ കാരണം? നമുക്ക് B.Ed ട്രെയിനിങ് സെൻ്ററുകളില്ല, ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻ്റർ TTC കോഴ്സിനുള്ള ഇല്ലായിരുന്നു. പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് 3 അസംബ്ലി മണ്ഡലമാണ്. നമ്മൾ 12 അസംബ്ലി അവിടെ TTC നമ്മുടെ ജില്ലയിൽ 1, തിരൂരങ്ങാടി PSMO കോളേജ് നമ്മുടെ എത്തിക്കാരുടെ കീഴിൽ ഒരൊറ്റ TTC. നേരെ കുറച്ച് പത്തനംതിട്ട 14. സൂപ്പി സാഹിബ് മന്ത്രിയാകുമ്പോൾ സൂപ്പി സാഹിബിനെ പറ്റി എല്ലാവരും അങ്ങനെയൊക്കെ പറയും. സൂപ്പി സാഹിബ് മന്ത്രിയായതിനു ശേഷമാണ് 18 TTC മലപ്പുറം ജില്ലയിൽ തന്നെ കൊടുത്തത്. അപ്പോൾ നമ്മളെ ആൾക്കാർ പത്രത്തിൽ എന്തെങ്കിലും എഴുതിയാൽ അത് നമ്മൾ ജമാഅത്താരും പറഞ്ഞാൽ നമ്മളത് ഏറ്റുപിടിച്ചു. കിട്ടണത് നമ്മുടെ സമുദായത്തിനാണെന്നുള്ളത് മനസ്സിലാക്കണില്ല. അതേപോലെ തന്നെ B.Ed കോളേജ് ബഷീർ സാഹിബ് മന്ത്രിയായതിനു ശേഷമാണ് 94 നമ്മുടെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി മർക്കസിന്, മേൽമിറി MITക്ക്, എടവണ്ണ ജാമ്യക്ക്, മേപ്പയൂര് ഇതിനൊക്കെ B.Ed കോളേജിൽ കൊടുത്ത്. പിന്നെയാണ് സൂപ്പി സാഹിബ് മന്ത്രിയായപ്പം 75 B.Ed കോളേജ് കൊടുത്തതിന് മലപ്പുറം ജില്ലയിൽ കൊടുത്ത്. എല്ലാ കെടുപ്പിനും എല്ലായിടത്തും കൊടുത്തു. അരീക്കോട്, എടവണ്ണപ്പാറ, മഞ്ചേരി, കൊണ്ടോട്ടി, കൊയിലാണ്ടി, മുക്കം, കോഴിക്കോട്, കണ്ണൂർ, എല്ലാ കാസർഗോഡ് മുതൽ എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുത്തു. 75 കൊടുത്തതിൽ 48 മുസ്ലിം സമുദായത്തിനാണ് കൊടുത്ത്. എന്നിട്ട് നമ്മൾ സമുദായത്തിന് ആളുകൾ നമുക്ക് വോട്ട് ചെയ്തു. ഇനി റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, ഇന്ത്യയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ 77-78 കാലഘട്ടത്തിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ എൻ്റെ നാട്ടിൽ തന്നെ ആകെ 6-7 കാറുള്ളൂ. ഇനി അന്നത്തെ നമ്മുടെ ആ സാമ്പത്തിക സ്ഥിതിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു? നമ്മുടെ സമുദായത്തിന് നമ്മുടെ നേതാക്കന്മാർ വിദ്യാഭ്യാസ രംഗമായിട്ടും മറ്റു രംഗങ്ങളിലൊക്കെ പുരോഗമിച്ച് ഉന്നതിയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് ഈ സാമ്പത്തിക അടിത്തറയുണ്ടായത്. പിന്നീട് ആളുകൾ ഗൾഫിലേക്ക് വന്നു. ഗൾഫിൻ്റെ പണം ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സാമ്പത്തിക രംഗത്ത് ഉയരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടിയിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ഗവൺമെൻറ് നേട്ടങ്ങളുണ്ടാക്കി. പിന്നെ നമ്മളവിടെ റോഡായിരുന്നു. മുനീർ സാഹിബ് മന്ത്രിയായതിനു ശേഷം നമ്മുടെ ജില്ലയിൽ ഇതുപോലെയുള്ള റോഡുകളല്ലേ. മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ എന്തൊരു കൊണ്ട് ഇത് പറയും, ഇപ്പം അങ്ങനെ നിങ്ങൾ പറയുമോ? ഒക്കെ BMLS റോഡാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ചെറിയ റോഡ് ഇട്ടാൽ കൂടി ആളുകൾക്ക് ഇപ്പോൾ പോരാ, മറ്റേ റോഡാ കഴിഞ്ഞാൽ. അല്ല, ആരവസ്ഥയ്ക്ക് നമ്മൾ എത്തിയില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ നേട്ടങ്ങൾ കൊണ്ടുവന്നില്ലേ? മലപ്പുറം മണ്ഡലത്തിന് മുനീർ സാഹിബ് 112 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നിരുന്നു. പിന്നെ എക്സ്പ്രസ് ഹൈവേ, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പറയും ഇവിടുന്ന് ദമാമക്ക് 3 മണിക്കൂർ 500 കിലോമീറ്റർ, അതേമാതിരി എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നിനി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 5.5 മണിക്കൂർ. 5500 കോടി രൂപയുടെ പ്രൊജക്ട് കുഞ്ഞാലി സാഹിബ് പിന്നെ വ്യവസായ മന്ത്രിയാകുമ്പം ജിമ്മ് പ്രൊജക്റ്റിൽ ഗൾഫാർ മുഹമ്മദ് സാഹിബ് ഒരു പ്രൊജക്ട് തന്നെ 5500 കോടി രൂപയ്ക്ക്. അതെന്തേ മാധ്യമത്തിലും മറ്റിലൊക്കെ എഴുതിക്കാണ്ട് തെക്ക് മറ്റേ പാത അങ്ങനെ പോകുന്ന നമ്മളാൾക്കാരാണ് ഇതിന് എതിർത്തു. അതുകൊണ്ട് അതാണ് വരാതെയായി.
ഇപ്പോൾ 4 വരി പാത ഇറങ്ങാണ്ട് കൊണ്ടുവരാണ് തെക്ക് വടക്ക് പാത. അപ്പം അതിനാർക്കും എതിർപ്പില്ല. അതേ റൂട്ടും അതേ പ്ലാനുമാണ്. പിന്നെ കുറച്ചൊക്കെ സ്ഥലം എടുക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ഇപ്പോൾ കുഞ്ഞാലി സാഹിബ് മന്ത്രിയായപ്പോഴല്ലേ അക്ഷയ പദ്ധതി ഉണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് അവിടുന്ന് മണ്ണുകൾ കൂട്ടി അങ്ങോട്ട് വിളിച്ചാൽ 30 പൈസ ആവുള്ളൂ, അവിടുന്ന് കിട്ടും. അത് എല്ലാ വീട്ടിലും കമ്പ്യൂട്ടർ ഇത് പഠിച്ചാൽ വേണ്ടി അക്ഷയ പദ്ധതി കൊണ്ടുവന്ന് എല്ലാ പഞ്ചായത്തിലും 16 വാർഡുണ്ടെങ്കിൽ 2 വാർഡിന് ഒരു അക്ഷയ പദ്ധതി നടപ്പിലാക്കി. അങ്ങനെ എല്ലാവർക്കും സൗജന്യമായിട്ട് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, ഇന്റർനെറ്റ് ഇതൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്. അതിൻ്റെ ആദ്യത്തെ പൈലറ്റ് ജില്ല മലപ്പുറം ജില്ലയായിരുന്നു. അത് നമ്മുടെ ഗവൺമെൻറ് നേട്ടങ്ങളല്ലായിരുന്നു? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ചെയ്ത നേട്ടങ്ങളല്ലേ ഇതൊക്കെ? നമ്മൾക്ക് അഭിനയം കഴിഞ്ഞാൽ നമ്മൾ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് അത് നടപ്പിലാക്കണം. പിന്നെ അവസാനം അയ്മലായി എല്ലാവരും കൂടി. അതെന്താ? 12% സംവരണം ഉണ്ടായിരുന്നു നമുക്ക്. കേരളത്തിലെ സർവീസ് മേഖലയിൽ ഇല്ല 12% പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ലോഗ് എടുക്കാൻ വേണ്ടി കാണാണ് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് നമ്മളൊരു UDFിൻ്റെ പ്രകടനപത്രിക പറഞ്ഞു. പിന്നെ നമ്മൾ പോരാൻ നേരത്ത് അതും നടപ്പിലാക്കി. നേരെ വെച്ച് 30-32 കൊല്ലം ബംഗാൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? അവിടെ 2% ആളുകളുള്ളൂ. സർക്കാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ 2% ആളുകളുള്ളൂ ഗവൺമെൻറ് സർവീസിന് മുസ്ലിങ്ങൾ. അവിടെ 6 കിലോമീറ്റർ 7 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു LP സ്കൂൾ കാണുള്ളൂ. 12-14 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു UP സ്കൂളും ഹൈസ്കൂളൊക്കെ കാണുള്ളൂ. എവിടെയാണോ ടാറിട്ട റോഡ് അവസാനിക്കണേ അവിടെ നിന്ന് അങ്ങോട്ടാണ് മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ. എന്നാലും നമ്മളെ ആൾക്കാർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് പറയാം, നിങ്ങൾക്കൊക്കെ നല്ല ശീലം ഞങ്ങൾ നാട്ടുകാർ ചെല്ലേണ്ടി. കാരണം എന്താ പറയുക, ഇപ്പം അവനാ കുറേ ആൾക്കാർക്ക് കുറച്ച് കച്ചവടം നസീബൊക്കെ ഉണ്ടായ ഒരു സ്ഥലം എടുത്തുണ്ടല്ലോ. ഇനിയോട് വിടണം 15 മീറ്റർ വിട്ടിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ. 10 സെന്റ് 15 സെന്റിലോനെ 15 മീറ്റർ വിട്ടാൽ എത്ര ഉണ്ടാവും? പിന്നെ റോഡിന്റെ നടുവുന്നുണ്ട്. നാഷണൽ ഹൈവേയിൽ നിങ്ങൾക്കൊരു 50 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 30 മീറ്റർ റോഡിന്റെ സെന്റർ മുതലായിട്ട് വിടണം. പുതിയ ഓർഡറായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ പഞ്ചായത്തുകൾ ടാക്സ് വർദ്ധിപ്പിക്കാത്തതുകൊണ്ട് ഗവൺമെന്റ് എല്ലാ ഇതിലും സോൺ തിരിച്ചിട്ട് ടാക്സ് ഇട്ടാൻ പറഞ്ഞു. ഫസ്റ്റ് സോൺ അതിന് ഒരു സ്ക്വയർ മീറ്ററിന് 5 റുപ്യ, സെക്കൻഡ് സോൺ അതിന് 4 റുപ്യ, തേർഡ് സോൺ 3 റുപ്യ. അതായത് ടൗണിലൊക്കെ ആണെങ്കിൽ വീടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ 5 റുപ്യ. അത് തന്നെ അത് മൊസൈക്കല്ല മാർബിളാണോ ഗ്രാനൈറ്റ് ആണെങ്കിൽ അതിന് റേറ്റ് കൂടും. നമ്മളൊരു പഞ്ചായത്തിൽ ഒരു ബോർഡ് വരച്ചിട്ട് ഒരു 100 റുപ്യ കൂട്ടി എന്തൊക്കെ നമ്മൾ പറയാം, ഓൻ്റെ കരുത് അത് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാതെ. ഇപ്പോൾ ആർക്കും ഒരു മുണ്ടാട്ടമില്ല. അതേപോലെ തന്നെ ഗ്രാമങ്ങളിലെ ബിൽഡിംഗ് റൂൾ എന്ന സാധനം ഇതില്ലായിരുന്നു. കാരണം ആർക്കും എവിടെയും വീട് കയറ്റാമായിരുന്നു. കേരളത്തിലെ 200ഓളം പഞ്ചായത്തുകൾ ഇപ്പം എന്താ വെച്ചാൽ ബിൽഡിംഗ് റൂൾ നടപ്പിലാക്കി. ഒരു കോഴിക്കോട് ഉണ്ടാക്കണമെങ്കിൽ ഒരു കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ പ്ലാനാണ് കൊടുത്തിട്ട് വേണം. ടൗണിലെ ആളുകൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഉൾനാട് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. ഇതൊക്കെ ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നടക്കാണ്ട് എല്ലാവരും കൂടിയാണ്ട് എല്ലാ മതസംഘടനകളും കൂടിയാണ്ട് വോട്ട് ചെയ്തു. പിന്നെ ഈ മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റുമോ? പറ്റൂല. പിന്നെ ഓല് നമ്മളെ സ്ഥാനാർത്ഥി നിശ്ചയിക്കൂലേ? നമുക്കെല്ലാവരും ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ലീഗ് പറയണതില്ല, ലീഗ് എല്ലാ മതസംഘടനകളും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം. പക്ഷേ ലീഗിൻ്റെ ആ ഭീഷണത്തിൽ ലീഗിന് പോകാനേ പറ്റുള്ളൂ. നമുക്ക് ഇടക്കാലത്ത് പറ്റിയ ആരാറോ തന്നെയാണ്. ഞാൻ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പൊതുസമിതിയിൽ ഇലക്ഷൻ തോറ്റപ്പോൾ ഇതൊക്കെ തുറന്നു പറഞ്ഞു. ഇപ്പം നിങ്ങൾ അതിലിപ്പോൾ യാതൊരു മടിയൊന്നുമില്ല. കാരണം അന്ന് നമ്മൾ പറഞ്ഞു നമ്മളെന്ത് ചെയ്തിച്ചാൽ വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി ഇതൊക്കെ എന്താ ചെയ്തു? മതസംഘടനയുടെ പ്രതിനിധി കൊടുത്തു. അത് എങ്ങനെ കൊടുക്കേണ്ടിയിരുന്നു? ഇപ്പോൾ സുന്നിക്ക് കൊടുക്കും. സെയ്ദുമർ റാഫി തങ്ങൾ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. എന്നാൽ സുന്നിയാണ് ലീഗാണ് അങ്ങനെ കൊടുക്കേണ്ടി. KC അബൂബക്കർ മൗലവി മൂപ്പർ ഹജ്ജ് കമ്മിറ്റീൻ്റെ മെമ്പറായിരുന്നു. മുജാഹിദാണ്. എന്നാൽ മുജാഹിദിന് കിട്ടിയ തന്നെ ലീഗിനായത്. ഇത് നമ്മളെന്ന് വെച്ചാൽ ഓലിന്ന് ഒരാളെ ചോദിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും കൂടി നമ്മളത് അലി കയറി. നമ്മളത് ലീഗായിട്ട് കൊണ്ടുവരണം. അതാണ് വേണ്ടിയത്. അല്ലാതെ ഇവരെല്ലാവരും കൂടി നമ്മളെ തമിഴ്നാട്ടിലെ ഗതിയേക്കാരം 41 മുസ്ലിം സംഘടന. ഞാൻ അഹമ്മദ് സാഹിബിൻ്റെ കൂടെ ഈ കഴിഞ്ഞ 2004 തെരഞ്ഞെടുപ്പിൽ അവിടെ എന്നോടൊന്ന് കൂടെ പോരണമെന്നാണ്. എന്തോ ചോദിച്ചു. അല്ല മദ്രാസ് പോകാറുണ്ട്. മദ്രാസ് പോയി. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ അവിടെ രാവിലെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ സേഡ് സാഹിബ് ഉണ്ടായിരുന്നു. സേഡ് സാഹിബിനെ കരുണാനിധി കെട്ടിപ്പിടിച്ചിരിക്കണ ഒരു ഫോട്ടോ അന്ന് സമദ് സാഹിബിൻ്റെ മകന റെയിൽവേ സ്റ്റേഷൻ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ സീറ്റ് ചർച്ചയ്ക്ക് ചെല്ലി നമ്മൾ രാവിലെ ചെന്നപ്പോൾ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് കാണുന്ന സേഡ് സാഹിബും പിന്നെ ഇതിലാണ്. അപ്പം INL അവരെ മുന്നണി ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ അഹമ്മദ് സാഹിബ് പറഞ്ഞു പറ്റിച്ചല്ലോ പറഞ്ഞു. അപ്പോൾ തന്നെ ഈ മൂപ്പനാരുടെ മകൻ വ്യാസന് GK വാസന് രമേശ് ചെന്നിത്തലയാണ് അന്ന് തമിഴ്നാടിൻ്റെ ചാർജ് ഒക്കെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ കരുണാദിൻ്റെ ഒരു 10 മണിക്ക് കരുണാദിൻ്റെ പേരിലൊക്കെ പോയി. അങ്ങനെ മദ്രാസിൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. 41 മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളും കുറേ ആൾക്കാർ. അവസാനം കരുണാദിനെ അഹമ്മദ് സാഹിബ് പോയി കൊണ്ടുവന്നിട്ട് നമ്മൾ ജനറൽ കൗൺസിൽ കരുണാനിധി ഡിക്ലെയർ ചെയ്യാണ്. കരുണാനിധി ഡിക്ലെയർ ചെയ്ത് നമ്മൾ മുന്നിലേക്ക് സ്ഥാനാർത്ഥിനെ ഖാദർ മൊയ്തീൻ സാഹിബിനെ പ്രഖ്യാപിച്ചു. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു അവസ്ഥ.
പിന്നെ എന്താ വെച്ചാൽ ഖാദർ മൊയ്തീൻ സാഹിബ് DMK ചിഹ്നത്തിൽ നിന്ന് പിന്നെ കരുണാനിധി രണ്ടാമത് ലെറ്റർ കൊടുത്തു, അയാൾ ലീഗിൻ്റെ ആളാണ്, അങ്ങനെയാണ് പിന്നെ നമ്മളെ പാർട്ടിയുടെ ആളായിട്ട് അവിടെ നിർത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് തമിഴ്നാട്. അങ്ങനെ ഓരോ സംഘടനകളും കൂടി നിയന്ത്രണത്തിൽ നമ്മൾ വന്നാൽ എന്താ സ്ഥിതി? ഈ PDP വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പറ്റി? നമ്മളിൽ ചെറിയ ധാരാളം പറ്റിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാനൊന്നും പറ്റില്ല. നമ്മുടെ നേതാക്കന്മാരിൽ നമ്മളിലൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് പോണവർക്കൊക്കെ ഓരോ സ്ഥാനം കൊടുക്കും. പിന്നെ തോന്നി നമ്മളങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ സ്ഥാനം എടുക്കും. അതെങ്ങനെയാണ് തന്നെ ഓരോരുത്തരാൾ ഗ്രൂപ്പ് ഉണ്ടാക്കും. ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഗ്രൂപ്പിൽ തന്നെ ഒരു സെക്രട്ടറി, ഒരു ട്രഷറർ, ഒരു പ്രസിഡന്റ്, ഒരു ജോയിന്റ് സെക്രട്ടറി അഡ്ജസ്റ്റ് ചെയ്യും. അത് ആദ്യം സമ്മതിക്കരുത്. അത് സമ്മതിച്ച് അത് കൊണ്ടെടുക്കാൻ കഴിയൂല. ഇപ്പൊ ഈ PDP ഉണ്ടായത് അങ്ങനെ തന്നെയല്ലേ? PDP പാളയം ഗഫാർ മൗലവിക്ക് നമ്മൾ വക്കപ്പോണ്ട് ചെയർമാൻ സ്ഥാനം കൊടുത്തു 94. നമ്മൾ കൊടുക്കാൻ പാടില്ലേനി. അവിടെയാണ് ഞാൻ അപ്പം എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഒറ്റക്ക് നിന്നാൽ ഇവർക്കൊക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നി. അതാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയത്. ആ തെറ്റ് നമുക്ക് പറ്റൂല എന്ന് നേതാക്കന്മാർ പറഞ്ഞു. ഇനി പറ്റാൻ പറ്റൂല, നമുക്ക് അവിടെ ഇരിക്കണ്ടല്ലോ എല്ലാവരും. അങ്ങനെ നമുക്ക് തീരുമാനമെടുക്കാൻ സമ്മതിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറ്റില്ല. നമുക്ക് നിട്ടാണ്ടേ ഇസ്മായിൽ സാഹിബിൻ്റെയും ബാബായ് തങ്ങളെയും പൂക്കോയ തങ്ങളെയും കാലത്ത് CHൻ്റെയും സാഹിബിയും ഒക്കെ ഉണ്ടാക്കിയ ലീഗ് നമുക്ക് നേരിടണ്ടേ മുസ്ലിം സമുദായത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്ക്. പിന്നെ ഭരണം എന്ന് പറയുന്നത് നമ്മൾ അധികാരം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗ്ഗം. എൻ്റെ വാപ്പപ്പോഴും പറയും അത് ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗ്ഗമാണ്. അത് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അവിടേക്ക് എത്താനുള്ള മാർഗ്ഗം നമ്മൾ നോക്കേണ്ടത്. ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. 16 മണ്ഡലം. പണ്ട് നമ്മൾ 30,000 40,000 വോട്ടിന് ജയിച്ച മണ്ഡലങ്ങൾ ഇപ്പം എന്താ സ്ഥിതി വെച്ചാൽ 10,000 15,000 വോട്ടിന് ജയിക്കുന്ന മണ്ഡലമായിട്ട് മാറി. ഇപ്പം മഞ്ചേരി അസംബ്ലി മണ്ഡലം, ആ മഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ 5 പഞ്ചായത്ത് ഏറനാട് അസംബ്ലിയിലാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റി മാത്രമാണ് പഴയ മഞ്ചേരിയിൽ. പിന്നെ അതിക്ക് വന്നത് വണ്ടൂർ മണ്ഡലത്തിലെ തുർക്കലൻകോട്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, എടപ്പറ്റ, കിയാട്ട്. ആ മഞ്ചേരി പണ്ടത്തെ മഞ്ചേരിയിൽ കണക്കൂട്ടാൻ പറ്റുമോ? അതേപോലെ തന്നെ ആ മഞ്ചേരി മണ്ഡലം ഏറ്റവും നമുക്ക് വോട്ട് ബാങ്ക് അതിന് പുൽപ്പറ്റ പഞ്ചായത്ത്, അത് മലപ്പുറം മണ്ഡലത്തിലേക്കാണ് പോയത്. ഇനി താനൂരിലേക്ക് ഇതിയോ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ചേക്കുമ്പോൾ പഴയ ഊക്കിലാണ് വെക്കണ്ട ചോദിച്ചിട്ടാണ് ഞാൻ ഈ പറയണത്. താനൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ താനൂരിൽ നിന്ന് അല്ല പഴയ താനൂരിൽ നമ്മൾ ഏറ്റവും നല്ല 4 പഞ്ചായത്ത് തിരൂർ മണ്ഡലത്തിലേക്കാണ് വന്നത്. ഇപ്പം എന്തായി തിരൂർ നല്ലൊരു കോട്ടയായി, താനൂർ എന്തായി നമുക്ക് നല്ലൊരു ഫൈറ്റിംഗ് സീറ്റായി. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താനൂർ 10,000 വോട്ടിനെ ജയിച്ചിട്ടുള്ളൂ, 10,600 വോട്ടിനെ ജയിച്ചിട്ടുള്ളൂ. ഏത് നമ്മളെ കോട്ട. അതേപോലെ നേരത്തെ പറ്റി മങ്കട നമ്മൾ മുനീർ സാഹിബിനെ നിർത്തിയിട്ട് 5,000 വോട്ട് തോറ്റില്ലേ? ആ മങ്കട മണ്ഡലത്തിൽ എന്താ അതിലെ 2 കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്ത് പെരിന്തൽമണ്ണക്കാട് പോയി. പെരിന്തൽമണ്ണയിലെ 2 നല്ല പഞ്ചായത്തുണ്ട്. അതിന് മഞ്ചേരിക്ക് വന്നു, അതിനൊരു മേലാറ്റൂരുണ്ട്. ബാക്കി എന്തായി പിന്നെ മങ്കടിക്ക് വന്നു. അപ്പോൾ പെരിന്തൽമണ്ണ എന്തായി ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഷോറിൽ സീറ്റായിട്ട് മാറും. അല്ല കണക്കുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് ജനം വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ സ്ഥിതി. കൊണ്ടോട്ടി എന്തായി? കൊണ്ടോട്ടി മാറി. മഞ്ചേരി മണ്ഡലത്തിൽ ഏറ്റവും നല്ല വോട്ട് ബാങ്കുണ്ടായിരുന്നു ചീക്കോട് പഞ്ചായത്ത്. കൊണ്ടോട്ടിക്ക് പോയിട്ട് കൊണ്ടോട്ടിയിൽ നിന്ന് പിന്നെ ചേലേമ്പ്ര, പള്ളിക്കൽ പഞ്ചായത്ത് ഒക്കെ വള്ളിക്കുന്ന് തീക്ക് പോയി. അപ്പം അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ എന്തായാലും ജയിക്കും. അതിന് നമ്മൾ ജയിക്കണമെങ്കിൽ 2005 2006 13 വയസ്സുള്ളവനാണ് അടുത്തതിൽ വോട്ടറായിട്ട് വരുന്നതിന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കണം. അതിന് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മളെ കുട്ടികൾ നിങ്ങളെ വലിയ കണ്ടല്ലേ പഠിച്ചിരുന്നത്. ആപ്പാന മൊബൈലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റോ എങ്ങനെ ഫോൺ ചെയ്തത്. ഇങ്ങളത്തിന് അതിന് 2 റിയാൽ 1 റിയാൽ ഇങ്ങനെ ചിലവാക്കാൻ നടക്കുന്നത്. അല്ല അത് ഞാനും തുടങ്ങി പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിലെ തോൽവിക്ക് ഗൾഫിന് ഒരു നിർണായക പങ്കുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? പിന്നെ അതേപോലെ തന്നെ മദനിനെ, അതേപോലെ NDF-നെ വളർത്തുന്ന ആരാ? ഗൾഫ് തന്നെയാണ്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ മുറിയിലൊരു കാസറ്റാണ് ഇടും, ഏതെങ്കിലും ഒരുത്തുണ്ടാവും. അതിങ്ങനെ ആവേശം മുത്തിട്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ തിളക്കല്ലേ. എന്നാൽ അവിടെ അവനാൻ്റെ പെണ്ണുങ്ങളും കുട്ടികൾക്കും സമാധാനം കിട്ടുമോ? അവിടെ എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നമുക്ക് എതിരാണെങ്കിൽ അത് രാഷ്ട്രീയ സംഘടനയായിട്ട് നമുക്ക് നേരിടാം. അത് ലീഗാലും ഉഷറായിട്ട് നിൽക്കുക. ലീഗാലും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ ഇതുണ്ടെങ്കിൽ അതിന് നമുക്ക് അടിച്ചിട്ട് നിരപ്പാക്കുകയും ചെയ്യാം, അതിന് നേരിടുകയും ചെയ്യാം. ഒരു സാമുദായിക സംഘർഷം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എന്തേ മാറാടുണ്ടായത്? മാറാട് അബൂബക്കറിനെ കൊന്നപ്പം മക്കള് മയ്യത്ത് കുളിപ്പിച്ചുമ്പോൾ പ്രതിജ്ഞ എടുത്തു. അയാൾ 5 എളാപ്പ അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും. ഓല് വന്ന് പ്രതികാരം ചെയ്തപ്പോൾ ഒരുത്തനെ കൊല്ലണം വിചാരിച്ചത് അത് 8 ഒരാൾ ഒരു ആൾ മരിച്ചു. അതിനുണ്ടായിരുന്നായി എല്ലാവരും കൂടി നടന്നാൾ പോയി. ആണുങ്ങളൊക്കെ നാട് വിട്ടു, പെണ്ണുങ്ങളും കുട്ടികൾ മാത്രമായി. മറ്റുള്ളവരുടെ നരനായായിട്ട് എടുത്തില്ലേ? ഒരു നാട്ടിൽ എത്രയായാലും ആണുങ്ങളില്ലാഞ്ഞാൽ പറ്റുമോ? പെരയിൽ ആണുങ്ങളില്ലാതെ സ്ഥിതി എന്തേക്കാരും. നിങ്ങളിപ്പോൾ ഈ NDF-കാരെ ഉഷറ് പറയുന്നുണ്ടല്ലോ, ഇതിലിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അതിൻ്റെ രാഷ്ട്രീയക്കാരുണ്ടാവും, ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് നന്നായി അറിയാം. 1-2 മുഖങ്ങൾ ഞാൻ കാണാനുണ്ട്. ഞാൻ കാണാനുണ്ട്. ഓരോ പരിപാടി എന്താ വെച്ചാൽ ഇപ്പോൾ പുന്നാട്, കണ്ണൂർ, അവിടെ നമ്മളെ ഒരു ഏരിയ സാമ്പത്തികമായിട്ട് നല്ല കഴിവിലാണ്.
ജമാഅത്ത് കിട്ടിയവർക്ക് നന്നായി ഓലാളത്തിന് ഇങ്ങനെ കൊണ്ട് വളർത്തല് ഓല കച്ചവടം പിടി. അവിടെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരുത്തനെ വെറുതെ കൊന്നു, RSS തന്നെ കൊന്നിട്ട് ഓലായിട്ട് പോയി. പിന്നെ RSSകാർ വന്നിട്ട് നായാട്ടായി. സാമ്പത്തികമായിട്ടുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ നമ്മൾ തേനി കമ്മ കണ്ടെത്തി ഇതൊക്കെ അടിച്ച് പൊളിച്ച് പോയി. അവസാനം ഞാനന്ന് സാധിക്കുന്നതൊക്കെ പോയപ്പോൾ നമ്മൾ പോയിരുന്നു. പോയൊക്കെ എന്താ സ്ഥിതി അറിയാം. നമ്മളെ പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്ക് അവിടെ ഒരു കുളമുണ്ട്. എല്ലാവർക്കും അകത്ത് ബാത്റൂമും കുളിക്കാൻ സൗകര്യമൊന്നും ഉണ്ടാവില്ല. കണ്ണൂർ ജില്ലയല്ലേ, കുറച്ച് പിന്നെ ഈ വെള്ളത്തിന് ക്ഷാമല്ലേ. ഈ കുളത്ത് കുളിക്കാൻ പോകാൻ മുസ്ലിം സ്ത്രീകൾക്ക് DYFIക്കാരൻ കാവലായിട്ടാണ് പോണത്. നമ്മളെ ആൾക്കാർ ഒറ്റ അവിടെ ഇല്ല. എന്നാൽ അവനാ തച്ചിട്ട് അവനുണ്ടെങ്കിൽ ഞാൻ ഇട്ടാ അവിടെ എന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കണം. അതാണ് ആണത്വം. അല്ലാതെ അത് പോയിക്കാണ്ട് പോകാമല്ലോ. എന്താ തിരൂരുണ്ടായ സ്ഥിതി? നമ്മളെ കോട്ടയാണ് തിരൂര്, എല്ലാവർക്കും അറിയാലോ. തിരൂർക്കാർ കുറേ ഉണ്ടാവില്ല. പറഞ്ഞാൽ താഴെപ്പാലം ജുമാഅത്ത് പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ മഗ്‌രിബിന് ഫുള്ള പള്ളി എപ്പോഴും. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു വരി സൊഫക്കൂല ബാങ്ക് കൊടുക്കാൻ ആളെ കിട്ടിയില്ലേന്ന്. ഈ പറഞ്ഞ ഉസുറൊക്കെ എവിടെ പോയി? അപ്പം അപ്പം എന്താ പിന്നെ RSSകാർ ഇറങ്ങി. പണ്ടത്തെ ഉസുറായി നമുക്ക് ലീഗിന് പിന്നെ RSSകാരും NDFകാരും ചെയ്തതിനൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? കമ്മ്യൂണിസ്റ്റാനായിട്ട് തല്ലുണ്ടെങ്കിൽ ഞാനൊക്കെ ഉണ്ടാവും മുമ്പിൽ. കാരണം അതവിടെ നമുക്ക് നേരിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാം. അത് സാമുദായിക സംഘർഷമല്ല, അത് രാഷ്ട്രീയ സംഘർഷമാണ്, അത് രാഷ്ട്രീയ സംഘടന. മറ്റതല്ല. നിങ്ങളാണ് മുതൽ അവനാൻ്റെ പേരിലേക്ക് നമ്മളെ കച്ചവടം നമ്മളുണ്ടാക്കിയ മുതലും കാര്യങ്ങളൊക്കെ മറ്റേ എന്തിനാണ് വെറുതെ പടി കൊടുത്ത് അടി വാങ്ങേണ്ട ആവശ്യം? നമ്മളെ മലപ്പുറം ജില്ലയിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായില്ലോ? ഇവനൊക്കെ സ്ഥിതി അതല്ലേ. ഇവൻ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ട് അവിടെ ഉറച്ചു നിൽക്കണോ? എന്നിട്ട് നമ്മളെ ആൾക്കാർ നിങ്ങൾ തന്നെ പറയും, ഇവിടെ തന്നെയാണ് അതിനൊക്കെ പൈസ കൊടുക്കലും. നിങ്ങളാണ് പറയും കുറച്ച് ഓലൊക്കെ വേണം, അതാണ് കിട്ടണം. ആരാൻ്റെ കുട്ടിക്ക് പിരാന്തം നമുക്ക് കാണാൻ സാവനാനിയിലാണ് കിട്ടുമ്പോണ്ടല്ലോ നന്നായിട്ടാണ് പഠിച്ചു. അതന്നെ സംഭവം. ഞാൻ പറയണത് വെച്ചാൽ ഞാൻ വേണം, നമുക്ക് ശരിയാ, നമുക്ക് കാലത്ത് നല്ല ആത്മവിശ്വാസമായിട്ടുണ്ട്. ആ ആത്മധൈര്യം ആ ഉസൂർ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് തിരിച്ചു പിടിക്കണം. ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയാൻ ചങ്കൂറ്റ് നമുക്ക് ഉണ്ടാകണം. അപ്പം തന്നെ നമ്മൾ നന്നാവുള്ളൂ. ഞാനൊക്കെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിന് മുമ്പിലേക്കുള്ള ആളാണ്. അറിയങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഗൾഫ് വിമാന സർവീസ് കരിപ്പൂർ വിമാനത്താവളം നമ്മളെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന കൂടി എന്നും ജൂൺ ജൂലൈ മാസത്തിൽ എയർ ഇന്ത്യൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് നാട്ടിൽ ഭയങ്കര പ്രശ്നം. ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു ഹർത്താൽ നടത്തണം എന്ന് പറഞ്ഞു. ഏത് ഈ എയർ ഇന്ത്യൻ്റെ ഈ കൊള്ളക്കെതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മസാഹിബ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കണ്ട, കാരണം തമിഴ്നാട്ടിൽ സേതു സമുദ്ര മന്ത്രിക്ക് 5 മന്ത്രിമാരും 25 MP-മാരുണ്ടായിട്ട് കരുണാനിധി സമരം നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് കോൺഗ്രസിൻ്റെ വകുപ്പതല്ല, NCPൻ്റെ വകുപ്പാണ്. അപ്പോൾ നിങ്ങളത് ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, ആദ്യം തന്നെ കസാല ഇട്ട് തൊള്ളിക്ക് നവനൊന്നും പറയില്ലല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഹർത്താൽ നടത്താം. കാരണം നമ്മൾ നടത്തിയില്ലെങ്കിൽ PDP DYFI നടത്തും. അപ്പോൾ ഇതിൽ ഓരോരുത്തരാണ് തുടങ്ങിയില്ലേ നമ്മളെ സംഭവങ്ങളൊന്നും വിചാരിച്ചത്. അത് ആഹൃത്തുക അങ്ങനെ. ഞാൻ പറഞ്ഞത് ആഹൃത്തുക്കില്ല, അത് രാഷ്ട്രീയം, അത് ബെടുക്കില്ല. അതാ ഇത് ആലോചിച്ചിട്ട് മതിയാറുണ്ട്. കാരണം ഇത് അടുക്കില്ല, പിന്നെയല്ലേ ഇത് രാഷ്ട്രീയമല്ലേ. നമ്മൾ അങ്ങനെ പിന്നെ സമരം ചെയ്തപ്പം വണ്ടി എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് തങ്ങളെ ഏതാനും ഇത് ഏതെങ്കിലും ഒന്ന് നടക്കട്ടെ, നമ്മളെ കൗമിന് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചാൽ. മലപ്പുറം വെടിയപ്പുണ്ടായപ്പോൾ നമ്മളൊന്ന് ഉസിറിൽ നിന്നീന്. അന്ന് നമുക്കൊരു പേടിയിട്ട് ഇതേതെങ്കിലും നടക്കട്ടെ. അവസാനം ഇതിൽ തങ്ങൾ ഞൊടിച്ച് ധൈര്യമായിരുന്നു ഏതായാലും ഹർത്താൽ തന്നെയാണ് കാരണം. ഞാൻ ചോദിക്കാം, ആ ഹർത്താൽ നടത്തണമെന്നറിയാം. നമ്മളെ ആൾക്കാർ കുട്ടിയൊക്കെ കുറച്ചൊക്കെ ഇതുണ്ടാവില്ല, കുറച്ചൊക്കെ ഇത് കാട്ടിക്കോട്ടേക്കണ്ടേ. അപ്പോഴേ ഓന് നമ്മളിപ്പോൾ നിൽക്കുള്ളൂ. മറ്റോ വരുമ്പോൾ പോകല്ലേ. വല്ലാതെ പുണ്ടച്ച് പൊളിച്ചു വെച്ച് 4 ചീത്തക്കടെ പറഞ്ഞ ഒരു പോലീസിനൊക്കെ നിറഞ്ഞതൊക്കെ പറയാം. അതൊക്കെ ആവശ്യമാണ്. അപ്പോഴൊരു പാർട്ടി ഉണ്ടെന്നുണ്ടോ, അപ്പോഴേ കമ്മ്യൂണിസ്റ്റാനൊരു പേടി ഉണ്ടാവുള്ളൂ. അല്ല ഓനോട് കളിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തോന്നുള്ളൂ. കാരണം കുറച്ചൊക്കെ വേണം. അതിനൊക്കെ ഇങ്ങനെ ഒരു കടിഞ്ഞാണ്ടായാൽ മതി. എല്ലാം കൂടി കെട്ടിയാക്കുമ്പോൾ ഈ NDFകാരനും ഈ PDPക്കാരനും ഒക്കെ പിടിച്ചു പോകുന്നത് അതിനോട് പോകും. അല്ല നമുക്ക് പറ്റിയ താരാറാതാണ്. നമ്മൾക്ക് പറ്റിയത് കണ്ണൂർ ജില്ലക്കാർക്കുള്ള സ്ഥിതി എന്താ? അവിടെ എന്തെങ്കിലും ഒരു പരിപാടി എടുത്തപ്പോൾ ഇവർക്ക് പേടിയാണ്. അവിടെ ഒരു ഉപവാസം നടത്താൻ എന്തെങ്കിലും പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരെ പേടിയാണ്. നേരെ മറിച്ച് ഇരിക്കൂറും കണ്ണൂരും മട്ടന്നൂരൊക്കെ നമ്മളെ കോട്ടയിൽ അവിടെയൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ ആധിപത്യം സ്ഥാപിച്ചത്. അതേപോലെ നമുക്ക് കോസ്റ്റൽ ഏരിയയിൽ താനൂര് തിരൂര് കാര്യങ്ങളൊക്കെ എന്തേന് പണ്ട് കോസ്റ്റൽ ഏരിയയിൽ എന്തേലും സ്ഥിതി? താനൂർക്കാരും കടപ്പുറത്തുനിന്നില്ലേ നമുക്ക് ആളുകളിൽ. 977 അടിയന്തരാവസ്ഥ കാലത്ത് താനൂർ കടപ്പുറത്ത് പോലീസിനെ ഏറ്റ് നമ്മളെ ആൾക്കാർ അടിയന്തരാവസ്ഥ കാലത്ത് ആക്രമിച്ചു. അങ്ങനെ എന്തോ ചീട്ട് കളിക്കണ എന്താണ് കടപ്പുറത്തല്ലേ നമ്മളാൾക്കാരുണ്ടായില്ലേ. ഞാൻ ന്യായീകരിച്ചല്ലോ കേട്ടോ. ഇപ്പോൾ ചിലവർ പറയും ഓനെ പറയണ്ടിന് ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ നമുക്ക് പാർട്ടിയിൽ ഉണ്ടായാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഇവനെ പിടിച്ച് ഇവനെന്ത് ചെയ്തു, ഇങ്ങനെ അടിച്ചു പോര്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, SI വന്നപ്പോൾ നമ്മളാൾക്കാരൊക്കെ കംപ്ലീറ്റ് ഓല് ബാലാണ്ട് SIയുടെ തലീക്കാണ്ട് ഇട്ടിട്ട് ഒരൊറ്റ വലിയ
വലിച്ചു കൊണ്ടേക്കാട്ട് എസ്ഐനെ പങ്കായം കൊണ്ട് അടിച്ചു. ഒരു കടലിൽ പോയി. അന്ന് CH വാക്കൊക്കെ മദ്രാസിലാണ്. അങ്ങനെ മദ്രാസിൽ നിന്ന് അന്ന് ട്രെയിൻ കയറി അവിടെ വന്ന് അതൊക്കെ പറഞ്ഞ് CH പാപ്പാനോട് CH വല്ലാതെ ഇനി വികാരപ്പെടുത്തല് ആ പറഞ്ഞിട്ട് ആ കരിയൊക്കെ വാങ്ങിക്കൊടുത്ത് സാറില്ല ഇനി വരുമ്പോൾ നോക്കിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാനൊക്കെ പറഞ്ഞ കണ്ണാനെ വിളിച്ച് പോലീസിനൊക്കെ പിൻവലിപ്പിച്ച് അങ്ങനെ അല്ല ഓലാണ് 4 ചീത്ത പറഞ്ഞാൽ പിന്നെ ഓലോട് പോകില്ലേ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, പിന്നെ ഓലൊക്കെ ഇങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തിക്കാണ്ട് കാര്യങ്ങളായിട്ട് നടന്നു പോയാലേ നമ്മൾ കാര്യം നടക്കുള്ളൂ. ഇപ്പം നോക്കി നമ്മൾ ഹർത്താലെടുത്തി ബാക്കിയുള്ളവരൊക്കെ മാർച്ച് നടത്തി. അതുകൊണ്ട് നമ്മൾ ഹർത്താലെടുത്തോണ്ടെന്തായി എല്ലാ വിമാനം വന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സൗദി എയർലൈൻസിന്റെ പ്രശ്നം എന്താ അറിയോ? ഇവിടെ ഇപ്പം എത്ര ഏക്കറില്ല വിമാനത്താവളം? തിരുവനന്തപുരം വിമാനത്താവളം 500-600 ഏക്കർ. അതെ ഇവിടുത്തെ പോട്ടെ, ഒരു 600-800 ഏക്കറിലാണ് തിരുവനന്തപുരം വിമാനത്താവളം. നെടുമ്പാശ്ശേരി 2000 ഏക്കർ അക്വയർ ചെയ്തു. 1400 ഏക്കറിലെ വിമാനത്താവളം. കോഴിക്കോട് ഇന്റർനാഷണൽ വിമാനത്താവളേ 250 ഏക്കറിലാണ്. 250 ഏക്കറിലാണ്. അവിടെ 162 ഏക്കർ എടുക്കാൻ നമ്മളെ കൗമ സമ്മതിക്കാത്തത്. വിമാനം എങ്ങനെ ഇറക്കാൻ രാവിലെ 12 വിമാനം അവിടെ ലാൻഡ് ചെയ്യണം. അപ്പം സൗദിക്കാർ വന്നു, സൗദി എയർലൈൻസിന്റെ ആൾക്കാർ വന്നപ്പോൾ ഓര് പറഞ്ഞപ്പോൾ ടേബിളിലാണ് വിമാനം ഇറക്കേണ്ടത്. അതായത് നമ്മളൊക്കെ അറിയില്ല മലയാളം ചുറ്റിപ്പറ്റി. അപ്പം അങ്ങനെ മേശപ്പുറത്ത് വിമാനം ഇറങ്ങണം. അതിൽ എക്സ്പീരിയൻസ് പൈലറ്റ് ഉണ്ട് തന്നെ ഒരു പറഞ്ഞാണ്. അപ്പോൾ ഉച്ചക്ക് 2:30 400 450 ഫ്ലൈറ്റാണ്, സ്ഥല സൗകര്യമില്ല ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സംഭവം ശരിയാണ്. ആ 160 ഏക്കർ എടുക്കാൻ നമ്മൾ ആൾക്കാർ അയക്കൂല. ആകെ 5-8 ആൾക്കാരുള്ളൂ. അവിടെ പറഞ്ഞു അവർക്ക് പൊന്നും വില കൊടുക്കാറുണ്ട്. ആ വീട്ടിൽ ഒരാൾക്ക് വന്നുണ്ടാക്കി ജോലി കൊടുക്കാറുണ്ട്. എയർപോർട്ട് അതോറിറ്റിയിൽ ജോലി കൊടുക്കാറുണ്ട്. സമ്മതിക്കണില്ല. പിന്നെ എങ്ങനെ വിമാനം വരാം? പിന്നെ അതൊക്കെ കൂടി ലീഗിന്റെ തലയിൽ നിങ്ങൾ ഇടാൻ പറ്റുമോ? ഇവിടെ അഹമ്മദ് സാഹിബ് അവിടെ ഒരു അരമന്ത്രിയല്ലേ. നമ്മൾ പഠിച്ചവന്റെ ആൾക്കാരത്തിന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ മുഴുവൻ കൂടി കൂടി ചെയ്യാൻ കഴിച്ചോ? ചെയ്യാൻ പറ്റാവുന്നിടത്തോളം എല്ലാ എയർലൈൻസും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എയർ ഇന്ത്യയുടെ ഇപ്പോൾ സർവീസ് മറ്റുള്ളവർക്കൊക്കെ കൂടിയോണ്ട് ഇവിടേക്ക് 1, 2, 3 സർവീസ് കൂട്ടിയിട്ട് ഈ എക്സ്പ്രസോ കാര്യങ്ങൾ കൂട്ടെ ഇവർ സൗദി വരൂലെങ്കിൽ. പിന്നെ ഇപ്പോൾ ഖത്തർ എയർവേസും മറ്റേ ഒമാനും ഒക്കെ എമിറേറ്റ്സും ഒക്കെ ഇവിടുന്ന് ലിങ്കായല്ലോ. ഇവിടുന്ന് നിങ്ങൾ ദുബായ്ക്കോ ഖത്തർക്കോ ഒമാൻക്കോ പോയാൽ അതിന് കണക്ഷനായിട്ട് കോഴിക്കോടേക്ക് വിമാനം കൊണ്ടുള്ള ടിക്കറ്റ് കൊണ്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം എയർലൈൻ ഇതിലൊക്കെ വന്നല്ലോ. അത് നമ്മൾ തന്നെയാണ് വികസനത്തിൽ നടക്കണം. ഇപ്പൊ പുതിയ വിമാനത്താവളം ഉണ്ടാക്കി ഹൈദരാബാദിൽ 5200 ഏക്കറില്ല 211 ചെക്കിങ്. ചെക്കിങ് കൗണ്ടറാണ്. കർണാടകത്തിൽ ഇപ്പോൾ ബാംഗ്ലൂർ വന്നു 30 കിലോമീറ്റർ അപ്പുറം. ഇനിയിപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മലപ്പുറം ജില്ല പ്രാദേശിക പറഞ്ഞെടുക്കുക. അതാ ലീല ഗ്രൂപ്പിന്റെ കൃഷ്ണൻ നായരായിട്ട് ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് എയർപോർട്ട് അതോറിറ്റി ചെയ്യാൻ പോകുന്നത്. വരുമ്പോൾ നമ്മൾക്ക് വിമാനം കുറയും. അല്ല ആൺകുട്ടികൾ അവിടെ കൊണ്ടേ ഇറക്കും. ഇനിയിപ്പോൾ നമ്മളെ ചർച്ച ചെയ്താലോ അപ്പോൾ തന്നെ നമ്മൾ ആ 10-5 ആൾക്കാർ ഓനെ അങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ നമ്മളും ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളെ എന്ന് പറഞ്ഞാൽ ഓൻ അവിടെ ഒരു സ്ഥലം ഉണ്ടോ? ഓനെന്തും പറഞ്ഞോട് ചോദിച്ചു. അല്ല ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പം നമ്മൾ ഈ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ വന്നതിന് ശേഷം നമ്മൾ അധികാരത്തിലില്ലാത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായ വികസന പ്രവർത്തനങ്ങളും നമ്മൾ അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ സമുദായത്തിനും സമൂഹത്തിനും നാട്ടിനുണ്ടായ വികസന പ്രവർത്തനം രണ്ടും നിങ്ങൾ വിലയിരുത്തണം. നമുക്കിപ്പോൾ എന്താ പറ്റിച്ചാൽ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും അല്ല ഞാൻ ഇവിടെ ഏതെങ്കിലും പരിധിയിൽപ്പെടെ ഓട്ടോറിക്ഷ ഇല്ലാത്ത പേരുണ്ടോ? ഞാൻ അവസാനം പോട്ടെ മോട്ടോർ സൈക്കിൾ ഇല്ലാത്ത ആൾക്കാരുണ്ടോ നമ്മുടെ നാട്ടിൽ? ഓരട്ട പേര കാണും. നമ്മൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ വന്നു. അതിനൊക്കെ ഒരു അടിസ്ഥാന ഘടകം മുസ്ലിം ലീഗാണ് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് 210 മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് SSC പാസ്സായ അപ്പം അങ്ങാടിക്കൂടെ ഇറങ്ങിയിട്ട് ഓൻ്റെ കുട്ടി SSC പാസ്സായിക്കണേ എന്നിട്ട് അന്ന് ഓന് 10 കോഴി കൊടുക്കും. അന്ന് ഒന്നും 10 കോഴി ഉണ്ടാവില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് 211 ഒന്നല്ല. ഇന്ന് 400-500 മാർക്ക് കിട്ടിയാലും ഓന് കോളേജിൽ ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ +1 സീറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ല. 500-600 മാർക്ക് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉയർന്നു പോയി. എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജ് രംഗത്ത് നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മുന്നോട്ട് വന്നു. അതിനൊക്കെ ഒരു കാരണം ലീഗ. നിങ്ങൾ ബംഗാളിൽ നോക്കണ്ടി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ ഉണ്ടായത്? UPA ഗവൺമെന്റ് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ഈ മറ്റേ പിന്നോക്കക്കാരുടെയും കാര്യങ്ങൾ പറ്റി പഠിക്കാൻ വേണ്ടി കമ്മീഷനെ വെച്ചു. അതിനല്ലേ ഈ ഇതൊക്കെ വന്നപ്പോൾ കേരളമാണ് ഏറ്റവും മുൻപന്തിയിൽ എന്ന് പറഞ്ഞത്. ഇനി അഹമ്മദ് മന്ത്രി കുഞ്ഞാലി സാഹിബ് മന്ത്രിയായപ്പോൾ ഞങ്ങൾ പറഞ്ഞു അക്ഷയന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കമ്പ്യൂട്ടർ രംഗത്ത് വ്യവസായ രംഗത്ത് ജിമ്മ് വേണ്ടതിന് നമ്മളെ കാലത്ത് ജിമ്മ് വേണമെന്നിട്ടാണ് അന്ന് HNDന്റെ ആ ഭൂമിക്ക് 900 കോടി രൂപ വില വെച്ചപ്പോൾ 300 കോടി രൂപ വില വെച്ചപ്പോഴാണ് പറഞ്ഞത് അതിന് 900 കിട്ടുന്നതാണ്. ഇപ്പോൾ 72 കോടി കൊടുത്തു. ഇപ്പോൾ നമ്മളെ ആൾക്കാർക്കോ മാധ്യമത്തിനൊന്നും യാതൊരു പ്രശ്നമില്ലല്ലോ. 72 കോടി കൊടുത്തപ്പോൾ
ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ എന്താ, നമ്മളാളുകൾക്ക് അതൊന്നും നമ്മളാൾക്കാർ നൈമിഷികമായിട്ടുള്ളവർ. പിന്നെ ഈ സുന്നി മുജാഹിദൊന്നും അസംബ്ലി പോയി ചർച്ച ചെയ്ത് പോയില്ല. അവിടെ നിയമനിർമ്മാണ കാര്യങ്ങൾ, വികസന കാര്യങ്ങളൊക്കെ ഉള്ളു. അവിടെ കഴിച്ച് അവിടെ കിട്ടുന്ന മറ്റേ കിട്ടണമെന്ന് ചോദിച്ചില്ല. നമ്മൾ ഫർദിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണല്ലോ, അല്ല സുന്നത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഫർദിലെ നമ്മളാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. അതൊക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ അത് ഇലക്ഷൻ വരുമ്പോൾ നമ്മളെ സമുദായത്തിനെതിരായിട്ടും ലീഗിനെതിരായിട്ടും ഉപയോഗിക്കുന്നതിൽ ആദ്യം ലീഗിനെ പറ്റി പഠിക്കാത്തതുകൊണ്ടാണ്. ആദ്യം മുസ്ലിമാണോ പിന്നെ ലീഗാണോ എന്നാലും ഇതൊക്കെ പഠിച്ചോളൂ. ഇത് അപ്പോൾ തന്നെയാണ് കയറും കുറച്ച് ആൾക്കാർക്ക് ഇതിന്. അതാ റമദാൻ മാസത്തിൽ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച വേറെ കോളേജിൽ പോണ മാതിരിയാണ്. അതുകൊണ്ടല്ലോ എനിക്കങ്ങോട്ട് പറയാനില്ല, നിങ്ങളുടെ നാട്ടിലെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികളുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ സ്ഥിതി എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും അല്ല അവനാനെ മക്കളൊക്കെ എല്ലാവർക്കും വലുതാണ്. പക്ഷെ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ സിഗരറ്റ് വഴി നിർത്തിയിട്ട് എല്ലാവരും മദ്യപാനം. അത് മക്കൾക്ക് 16-17 വയസ്സ് ഓനൊരു മോട്ടോർസൈക്കിൾ നോക്കാൻ എടുത്തു കൊടുത്തിട്ട് അത് എടുത്തു കൊടുക്കാൻ നടക്കണ്ട. അത് 17-18 വയസ്സുള്ള കുട്ടികൾ കമ്പനി കൂടി പിന്നെ പേരേക്ക് 10-12 മണിക്കാണ് വരുന്നത്. നിങ്ങൾക്കറിയോ, ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മൾ ആ റമദാൻ പിറ്റേന്ന് പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം രാത്രി 8-9 മണിക്ക് വയനാട് ചെരാണ്ട് ബ്ലോക്കായി. നമ്മളെ ആൾക്കാർ ഈ റമദാൻ രാവിലെ 10 മണിക്ക് ഖുർആൻ ക്ലാസ്, മറ്റേത് ഹദീസ് ക്ലാസ്, പിന്നെ തറാവീഹ് കഴിഞ്ഞ ക്ലാസ്, രാവിലെ സുബൈക്ക് ഒരു ക്ലാസ്, ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പെരുന്നാളിൻ്റെ പിറ്റേന്ന് വൈകുന്നേരം നെയ്ക്കഡ് ആയിട്ടായിരുന്നു നമ്മളെ ജില്ലക്കാരായ മലപ്പുറം ജില്ലക്കാരായ ആൾക്കാർ പിന്നെ ബീറും മറ്റേതും കഴിച്ചിട്ട് റോഡ് ബ്ലോക്കാക്കിന് ഇവിടെ വയനാട്ടിൽ. പോലീസ് വളരെയധികം സംയമനം പാലിച്ചുകൊണ്ട് അതങ്ങോട്ട് പുറത്തേക്ക് വന്നില്ല എന്നുള്ളൂ. 2 മയ്യത്ത് കോഴിക്കോട് നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി 2 മണിക്കൂറാണ് അവിടെ വയനാട് ചുരത്തിൽ നിന്നത്. എന്താ പറയുക, നമ്മൾ എല്ലാം വേണം. അപ്പം നമ്മളെ മക്കളെ ശ്രദ്ധിക്കണം, കുട്ടികളെടുക്കാൻ പോകണമെന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മളെന്ന് വെച്ചാൽ നമ്മൾ എല്ലാത് പറയുമ്പോഴും നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലെത്തിയപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഒരുത്തനായിട്ട് ഒരു വടക്കുണ്ടാവുള്ളൂ, അപ്പോൾ അതിന് ഓൻ കൂടും. 4 ആൾക്കാർ മോട്ടോർ സൈക്കിളും കാര്യങ്ങളെടുത്തിട്ട് പിന്നെ കമ്പനിയാവും. അങ്ങനെയാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ വാപ്പാരോടെയേക്കാരും അല്ലെങ്കിൽ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം. കുട്ടികൾ 8 മണിക്ക് പേരേക്ക് എത്താനൊരു സാഹചര്യം ഉണ്ടാക്കണം. നേരം വെക്കിക്കാണ്ട് കുട്ടികളെത്തിയാലുള്ളത് എവിടെയാണെന്ന് ചോദിക്കാനുള്ളൊരു സമ്പൂറ്റുണ്ടാവണം. മറ്റിപ്പോൾ കുറച്ച് ധാരാറുണ്ട്, വാപ്പാക്ക് പറയാണ്ട് പ്രായമായി ആയാലും മകൻ ഒന്ന് ഗൾഫിലാണെങ്കിൽ ഓനോട് വാപ്പ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മനോട് അറിയും, വാപ്പാനോടാണ് അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടോ അറിയും, ഞാനാ ചെലവിൽ ഇട്ട് അറിയും. അല്ല, അതും നമ്മളെല്ലാം കാണണം. നമ്മൾ എല്ലാം വേണം. നമുക്ക് പാർട്ടി വേണം, ദീൻ വേണം, നന്നാണം. ആ ഒക്കെ ഇതിനുണ്ടായ ഒരു തകരാറുകളാണ് കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ ബാധിച്ചത്. അപ്പോൾ അതില്ലാതൊക്കെ നമ്മൾ വെക്കണം. ഞാൻ അവിടെ തങ്ങൾ പ്രസംഗിക്കാനുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല. പിന്നെ നമ്മൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. കേന്ദ്രത്തിൽ നമ്മൾ ഒരു MP ജയിച്ച് മന്ത്രിയായി. ആമസായ മന്ത്രിയായ ശേഷം നേട്ടങ്ങൾ ഉണ്ടായില്ലേ? നിങ്ങൾക്കറിയാം ഈ പാസ്പോർട്ടിൻ്റെ കേസ്. 2 പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവനെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ജയിലിടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് 2 ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ, ഇപ്പോൾ ബോംബെ പാസ്പോർട്ടിലാണ് വിസ എന്ന് വെച്ചാൽ നാട്ടിലെ പാസ്പോർട്ട് അതിനും കൂടി 5000 രൂപ ഫൈൻ അടിച്ചാൽ ആ പാസ്പോർട്ട് റെഗുലൈസ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് 3 വിചാരിച്ചോളി, ബാംഗ്ലൂരും ബോംബെയും മലപ്പുറം ആണെങ്കിൽ 50 രൂപ ഇതിനാണ് എഴുതി കൊടുത്താൽ അതും റെഗുലൈസ് ചെയ്ത് തരും. ഇനി പണ്ട് 18 വയസ്സായിട്ട് 21 വയസ്സായിട്ടുണ്ടാവില്ല, വയസ്സ് 26 കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ അവനിങ്ങനെ തോന്നുന്നുണ്ടാവും എൻ്റെ പ്രായം കുറച്ച് കൂടിയാവും. അപ്പോൾ അതിനും മസാല ഉണ്ടാക്കി അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നവൻ കൊടുത്തു 5000 രൂപ ഫൈൻ അടിച്ചാൽ ഓൻ്റെ ആ പാസ്പോർട്ടും പുതിയ ഡേറ്റ് ഓഫ് ബർത്ത് സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആക്കി കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പം സൗദിയിൽ അല്ല ഉംറ വിസ അടിച്ചാൽ എന്താ സ്ഥിതി? 30 ദിവസത്തിനല്ലേ ഇങ്ങോട്ട് പോരാൻ പാടുള്ളൂ. ഈ അറബിയാൾ സാധുക്കളായിട്ടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണേ. നിങ്ങളിങ്ങനെ പറയും ആ ഷെയ്ഖ് അങ്ങനെ, ആ അറബി അങ്ങനെ. ഓൻ്റെ ഔദാര്യം കൊണ്ട് നമ്മളോട് നിൽക്കണമെന്നില്ല. എന്താ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ആ ഫായദിന് ഓനെ പെരേര് അഭയം കൊടുത്തില്ല. അമ്മായിമ്മയും പെങ്ങളും അമ്മായിയും അമ്മാസാക്കിയും ബാപ്പിയും ഒക്കെ കൂടി ഉള്ളിൽ പോകേണ്ടത്. ഇവിടെ 30 ദിവസം കഴിഞ്ഞിട്ട് 8ഉം 10ഉം 2 കൊല്ലം നിന്നായി അറബികളെ എന്ത് ചെയ്യണോ? 952 മുതൽ നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ കയറ്റി വിടുകയും ചെയ്തിട്ട് ജയിലിൽ നല്ല ഇറച്ചി മീനും കൊടുക്കുകയും ചെയ്തിട്ട് ഞാൻ അറബികളെ നമ്മൾ കുറ്റം പറഞ്ഞു ചോദിച്ചു. അല്ല, നമ്മളെ ഏർപ്പാടാണത്. നമ്മളതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് രണ്ടാമതായി ആ പാസ്പോർട്ട് അഥവാ കയറ്റി വിടണോന് അല്ലാത്തവനാണെങ്കിൽ എന്തായി, 1 കൊല്ലം നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ആ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് കൊടുത്താൽ 1000 രൂപ ഫൈന്. അപ്പോൾ ഓന് പുതിയ പാസ്പോർട്ട് കൊടുക്കും. 2 കൊല്ലം നിൽക്കണമെങ്കിൽ 2000 രൂപന്. ഞാൻ അത് നടക്കില്ല, നിങ്ങൾ അങ്ങനെ നടക്കില്ലെങ്കിൽ ഇങ്ങോട്ട് പറയും, നമ്മൾ നടത്തി തരണ്ടേ. കാരണം കോഴിക്കോട് മലപ്പുറം പാസ്പോർട്ട് ഓഫീസൊക്കെ ഇപ്പോൾ നമ്മളെ കൺട്രോളിലാണ്. അല്ല അതന്നെ ഞാൻ പറയാം. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും പറയും തെത്താൻ ഉപയോഗിച്ചു ചോദിച്ചു. അത് നമ്മൾ ഏർപ്പാടാതാണ്. നമ്മുടെ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല. നിങ്ങൾ ആലോചിച്ചോക്കണ്ടേ? ഞാൻ ഇപ്പം ഇങ്ങോട്ട് ധൈര്യമാകണ്ടേ? അതേപോലെ തൽക്കാൽ ഈ 3 ഐഡൻറ്റിറ്റി ഉണ്ടായാൽ മതി. ഒരു
ഫോട്ടോ ഐഡൻറ്റി കാർഡ്, ഇലക്ഷൻ്റെ കാർഡ് ഉണ്ടായാൽ മതി. ഒന്ന് റേഷൻ കാർഡ്, അതിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ ഏതെങ്കിലും 3 ഉണ്ടെങ്കിൽ 2500 അടിച്ചാൽ 3-ാം ദിവസം പോലീസ് എൻക്വയറി ഇല്ലാതെ നടക്കും. നമ്മളെ ആൾക്കാർ എത്ര അഡ്രസ്സും പേരും മാറ്റിക്കാണ്ട് എത്ര ആൾക്കാർക്ക് ഇപ്പം നമ്മൾ ശരിയായി കൊടുക്കുന്നുണ്ട്. നമ്മളെ അമ്മസാഹിബിനോട് നിങ്ങളോടൊക്കെ ചിലപ്പോൾ നമ്മോട് ചാടും. നമ്മൾ പറയും നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ എപ്പോഴേ നടക്കുള്ളൂ, ഇത് നടത്തിക്കോളൂ, ഗവൺമെൻറ് കുറച്ച് വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ മതിയാറ്. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നടക്കില്ലേ. പിന്നെ മലപ്പുറത്തൊരു പാസ്പോർട്ട് ഓഫീസ് ഒന്നില്ലേ, നിങ്ങൾ ആലോചിക്കും. നമ്മളൊക്കെ സ്വപ്നത്തിൽ വിചാരിച്ചില്ല പാലക്കാടിനും മലപ്പുറത്തിനാണ് ഒരു പാസ്പോർട്ട് ഓഫീസ്. നേരെ മറിച്ച് മദ്രാസിൽ മാത്രമുള്ള പാസ്പോർട്ട് ഉള്ളൂ. നമ്മൾ 239 അസംബ്ലി സീറ്റിൻ്റെ തമിഴ്നാട്ടിലെ മധുരയിൽ പാസ്പോർട്ട് ഓഫീസ് ഒന്നും കഴിഞ്ഞ മാസമാണ്. ബാംഗ്ലൂർ, കർണാടകത്തിൽ ഒരൊറ്റ പാസ്പോർട്ട് ഓഫീസ് ഉള്ളൂ. നമുക്ക് 3 എണ്ണമായി. ഇനി അങ്ങോട്ട് കണ്ണൂർ സെൻറ്ററും വരാൻ പോകുന്നത്. ഇതൊക്കെ നമ്മളെ ആൾക്കാരെ കൊണ്ടുള്ള നേട്ടങ്ങളല്ലേ. നിങ്ങൾ ആലോചിച്ചോളൂ, നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും പാസ്പോർട്ടിന് പോയി കാണും മലപ്പുറത്തോട്ട് പോയി നിന്നാൽ പോരെ, അത് കിട്ടണില്ലേ. പിന്നെ നേട്ടങ്ങൾ ചെയ്തത് അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഒക്കെ ഒരു നിസ്സാര. അത് മറ്റേ മദനി വന്നുകാണ്ട് മലബാറിൽ എന്തേന് നേട്ടങ്ങൾ ഉണ്ടായത്, ലീഗ് ഇത്ര കാലം ഭരിച്ചിട്ട് എന്താ ഉണ്ടായത്. തെക്കൻ തിരുവിതാംകൂറിൽ എങ്ങനെ നേട്ടങ്ങൾ ഉണ്ടായത്, അവിടെ രാജാക്കന്മാരേന്, അവിടെ ക്രിസ്ത്യൻ മിഷനല്ല, അങ്ങനെ ഉണ്ടായതാണ്. നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു, അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായില്ല. പിന്നെ നമ്മളെ പൂർവികർ ബ്രിട്ടീഷുകാരനോടുള്ള വിരോധത്തിന്റെ പേരിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ട, സ്കൂളിൽ പോകണ്ട, അങ്ങനെ ആയിക്കാണ്ട് നമ്മൾ ഒരു തലമുറ, നമ്മളൊരു 50 വയസ്സിലെ ആളുകളൊക്കെ ഒരു പിന്നോട്ട് പോയി. ഇപ്പം നമുക്കത് വിദ്യാഭ്യാസം വേണം, അങ്ങനെ നമുക്ക് പുരോഗതി വരുന്നുണ്ട്. അതിനുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി. ഇപ്പം അൺഎയ്ഡഡ് സ്കൂള് എത്ര കാലം സ്കൂളുണ്ട്, എത്ര സ്കൂളിൽ അംഗീകാരം കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഇത് കൊടുക്കാൻ കഴിയുമോ. പിന്നെ ഒരു ഗവൺമെൻറ്റും ഒരു സംവിധാനമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും സ്കൂൾ കൊടുക്കാനില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഗവൺമെൻറ് തലത്തിലും ഗവൺമെൻറ് സ്കൂൾ നിലക്കണം, എയ്ഡഡ് മേഖലയിലും സ്കൂൾ നിലക്കണം. നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല കൈവിലോ മാത്രം പഠിച്ചാൽ പോരാ, സാധാരണക്കാരൻ്റെ കുട്ടി പഠിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നാട്ടിൽ 200 രൂപ 150 രൂപ കൂലിപ്പണിക്കാരൻ്റെ കുട്ടി ഇപ്പം എല്ലാവരും അത് സ്റ്റൈലാണ്. എല്ലാവരും അൺഎയ്ഡഡ് വിദ്യാഭ്യാസത്തിന് വേണ്ടിക്കാണ്ട് എല്ലാവരും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം ചേർക്കാനൊരു ഫാഷനാണ്. നിങ്ങൾ പഴയ മാതിരി ഒന്നല്ല. നാട്ടിലെ സ്കൂൾ, ഗവൺമെൻറ് സ്കൂളും എയ്ഡഡ് സ്കൂളൊക്കെ വളരെ ഉഷാറാണ്. അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. മാഷന്മാർ പണ്ടത്തെ മാതിരി ത്രേസ്യമ്മ ടീച്ചറും പിന്നെ അറുമുഖനും പിന്നെ തോമസും ഐസൊക്കെ ഒന്നുമില്ല. ഓരോ പണ്ടത്തെ മാതിരി സ്ഥലക്കച്ചവടത്തിനോ അല്ലെങ്കിൽ BEd സീറ്റ് വാങ്ങി അന്വേഷിക്കാണ്ട് പോകണമെന്നില്ല. അപ്പം നമ്മളെ ആൾക്കാർ, നാട്ടിലെ ആൾക്കാരൊക്കെയാണ് അധ്യാപകർ. അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങളൊന്ന് നാട്ടിലെ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കണം. ഈ ഇംഗ്ലീഷ് മീഡിയത്തിന് ഞാൻ എതിരല്ല. ഈ അൺഎയ്ഡഡ് സ്കൂളിൻ്റെ ഈ സ്വഭാവങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് 2 അനുഭവമാണ്. എൻ്റെ 2 മക്കൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്. അതിലൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് തന്നെ പ്ലസ് ടു പഠിച്ചിട്ട് തന്നെ എഞ്ചിനീയറായി. 2 കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ചാൽ. ഗവൺമെൻറ് സ്കൂളിൽ എയ്ഡഡ് സ്കൂളിൽ പഠിച്ചാൽ എന്താ, നാടൻ വളവ് പഠിച്ചു, അങ്ങോട്ട് കൊണ്ട് തമ്മിൽ തല്ലൂടൊക്കെ ചെയ്യും. തല്ലൂടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കുടുംബ സ്നേഹം ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലായ്മയും സാഹോദര്യമൊക്കെ അറിയും. എളാപ്പാരാണ്, മൂത്താപ്പാരാണ്, നാട്ടിലാരാണ്, ഒരു പോക്കരാരാണ്, മെഹമ്മദാരാണെന്നൊക്കെ അറിയും. റോട്ടിൽ കൂടെ ഒക്കെ നടന്നു പോരും പറ്റും. അങ്ങനെ നമുക്കൊരു ഉണ്ടാവും. ഒരു കല്യാണ വിഷയം ഉണ്ടെങ്കിലോ ഓൾക്ക് എല്ലായിടത്തും പോരാനും പൂതിണ്ടാവും. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പണ്ട് എളാപ്പാൻ്റെ പെരേക്കും അമ്മായിൻ്റെ പെരേക്കും മൂത്താപ്പാൻ്റെ പെരേക്കും ഒക്കെ വിരുന്നു പോയി. ഇപ്പോഴോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലോ ഓനെ രാവിലെ 8 മണിക്ക് പെണ്ണുങ്ങൾ ടൈയൊക്കെ കെട്ടിക്കാണ് ഓനായിട്ട് പറഞ്ഞേക്കും. സ്കൂൾ ബസ്സിലാണ്ട് കയറും. ഓൻ വൈകുന്നേരം 5 മണിക്കൊണ്ട് വരും. ഓനൊരു 3 കണ്ട് ഔത്തുകാണ്ട് പോകും. അവിടെ പോയി കണ്ട് ചായ കുടിച്ചിട്ട് പിന്നെ ഓന് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലോ ഒരു വീഡിയോ ഗെയിം ഉണ്ടെങ്കിൽ കൈമലായിട്ട് ഇരിക്കും. പിന്നെ ഓനെ കുറച്ചേരം പഠിച്ചോട്ടെ അറിയും. അതിൻ്റെ അടുത്ത് നമ്മുടെ അയലോക്കത്തിൽ കല്യാണം അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിച്ചാനോ പോകില്ല. ഇമ്മാരെ വാപ്പാനെ വരെ ഓനെ അറിയില്ല. അല്ല, അതിൻ്റെ ഒരു സ്ഥിതി ഞാൻ പറയാം. ഞാൻ തമാശ അറിയില്ല. കാരണം നമ്മളൊരു കല്യാണ വിഷയം ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ അറിയാം, ഓടുന്നോട്ടെ, ഓർ പഠിച്ചാണ്. ഓരൊക്കെ പഠിച്ചാണ്ടാവില്ല, ഒരൊക്കെ ഉണ്ടാവില്ല, എന്നാലും ഉണ്ടല്ലോ ഓരോ വഴക്ക് ഉണ്ടാവില്ല. ഇങ്ങോട്ട് ഓനത് എളാപ്പി അറിയില്ല, മൂത്താപ്പി അറിയില്ല. ഇങ്ങോട്ട് ഓൻ കുട്ടീനെ പറയും. അത് ഇന്നോരെ കുട്ടീൻ്റെ പേര് കണ്ട് കാണിക്കാൻ വാപ്പാനെ പറയാം. അപ്പൊ എന്തൊക്കെ സ്ഥിതി വെച്ചാൽ നിങ്ങളിതൊക്കെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ തമാശക്ക് പറയില്ല. കാരണം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിൽ ഇപ്പം നല്ല വിദ്യാഭ്യാസം. ബാറ്ററിക്കോട് സ്കൂളിൽ നമ്മുടെ 92% അവിടെ റിസൾട്ട്. ഗവൺമെന്റ് സ്കൂളിലൊക്കെ 60-70-80% റിസൾട്ട് ഇല്ലേ. അപ്പം നമ്മളെന്ന് വെച്ചാൽ വെറുതെ കടവും കള്ളിയും വാങ്ങിക്കാണ്ട് 4-5 കുട്ടികളെ 4000-5000 രൂപ എന്നിട്ട് ഇല്ലാത്ത പൈസ ഇവിടെ ഉണ്ടാക്കി 1000-1200 റിയാലും ഉണ്ടാവും. എന്നിട്ട് ഇപ്പോഴത്തെ ചിലവും അതിന് ഒരു ഈ മൊബൈൽ എന്നപ്പോൾ 200 അഡീഷണൽ അങ്ങനെ പോകുമല്ലോ. അല്ല 200 റിയാൽ അങ്ങനെ അഡീഷനും പോകും. അതൊക്കെ കൂടി ചിലവാക്കിയിട്ടാണ് കൊടുത്തിട്ട് അല്ല. പിന്നെ അവസാനം എന്താ അറിയോ, ഈ ഇംഗ്ലീഷ് മീഡിയം കഴിയുമ്പോൾ ബാപ്പാനെ നോക്കൂല, ഉമ്മാനെ നോക്കൂല, ഓൻ പെണ്ണ് കെട്ടി ഓൻ വേറെ പോകും. അപ്പം നമ്മളെല്ലാം പഠിക്കണം. നമ്മളെ കുട്ടികളെ, നമ്മളെ തനിമ, നമ്മളെ സംസ്കാരം, നമ്മളെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചാലേ ഇതുണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിക്കണം മാറില്ല. ഗവൺമെൻറ് സ്കൂളും എയ്ഡഡ് സ്കൂളൊക്കെ വളരെ ഉഷാറാണ്. ഇനി നമുക്ക് അതിനെ പറ്റിയത് നമ്മളെല്ലാവരും കൂടി വളരെ ഉന്നതിയിൽ പോയപ്പോൾ ലീഗൊന്നും ആർക്കും വേണ്ടാതെയായി. അവർക്ക് അവനൊരു ഫാഷനായി പോയി. അതാ പറ്റിയത്. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ എല്ലാവരും ഒന്ന് പഠിച്ചു, എല്ലാവർക്കും ഒന്ന് കിട്ടി. APക്കാർക്കും കിട്ടി, അജ്ജാജാൾക്ക് പോകുമ്പോൾ കിട്ടി, പെരുങ്ങൾക്കും തല്ല്, ജമാഅത്തുകാർക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി. എല്ലാവർക്കും 4 കിട്ടട്ടെ.
ഞമ്മക്ക് കിട്ടുമ്പോൾ നമ്മളവിടെ നേരിടാം. നമ്മളെ എതിർത്തവർക്ക് ഒന്ന് കിട്ടണം. ഈ കണ്ടാ പഠിച്ചിട്ട് കൊണ്ട് പഠിച്ചൊന്നും കേട്ടിട്ടില്ലേ? അങ്ങനെ ആകുമ്പോഴേ ഇതൊക്കെ നന്നായി നടക്കുള്ളൂ. നമ്മളെ എല്ലാവരും അമ്മായിയാന്ന് കണ്ട നമ്മൾ ഒരു സ്ട്രോങ് എന്നാ എല്ലാവരും നമ്മളെടുത്ത് കയറും. ഓരിങ്ങനെ പേടിപ്പിച്ച് പോകുന്നത് നമ്മൾ പേടിച്ചാൽ നിൽക്കണ്ട. അതിന് ആദ്യം എന്ത് വേണം? ഇങ്ങൾ തന്നെ ഇവിടെ ഉഷാറാണോ? ഇങ്ങൾ തന്നെയല്ലേ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം കുറ്റിപ്പുറത്തേക്കും നിങ്ങൾ തന്നെയല്ല എല്ലായിടത്തും ആൾക്കാർ കുറ്റിപ്പുറത്ത് കുഞ്ഞാഴ്ച നമ്മളൊക്കെ MCC കാരൊക്കെ കാർഡ് വാങ്ങിക്കൊടുത്തു. സ്പീക്കർ ഫോൺ പോലെ കൂടെ എന്താ വർത്താനുണ്ട്? ഒന്നുമില്ല, ജാക്ക വോട്ട് ചെയ്യണേ. അത് പറയണം, നമ്മളെ പൈസ വാങ്ങിക്കണ്ടാണ് വിളിച്ചു പറയണത്. ഇതാണ് നമ്മൾ ഏർപ്പാടുണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം ഗൾഫ് സ്വാധീനം നമ്മളെ അതിൽ നന്നായിട്ട് ഇലക്ഷനിൽ നമ്മൾ ബാധിച്ചിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമുക്കിത് ഉണ്ടാവുമ്പോൾ ഒക്കെ ഉഷാറായി കാരണം ലീഗാണ്ട് ഇല്ലാതെ ആയാൽ മലബാറിലെ സ്ഥിതി വളരെ മോശമായി കാരണം. ഇപ്പോൾ 21 മാസം ഭരിച്ചിട്ട് എന്തുണ്ടായി? 987 മുതൽ 91 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോൾ നമ്മളെ പ്രദേശങ്ങളിൽ ഇത് നേട്ടമുണ്ടായി. 980 മുതൽ 82 ഭരിച്ചപ്പോൾ ഉണ്ടായ നേട്ടം, നമ്മളെ കാലഘട്ടങ്ങളിൽ നമ്മളെ മന്ത്രിമാരും നമ്മളെ പാർട്ടിയും UDF ചെയ്ത നേട്ടങ്ങൾ, ഇത് രണ്ടും നമ്മൾ സ്വയം വിലയിരുത്തണം. അത് വിലയിരുത്തുമ്പോഴാണ് നമുക്ക് നമ്മളെ പാർട്ടിൻ്റെ മെച്ചം മനസ്സിലാവുള്ളൂ. ആ നിരക്കാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ പിന്നെ നേതാക്കന്മാരെ കഴുത്തിലൊരു പങ്ക് ഉണ്ട്. പണ്ട് നമ്മുടെ നേതാക്കന്മാരെന്നാൽ അങ്ങാടിയിൽ എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് കൊടുക്കുക. ഇത് കൊണ്ടേക്കാണ് 5 സ്റ്റാർ എടുക്കും. ഓരോ 10 കിലോമീറ്റർ 8 കിലോമീറ്റർ പോകാൻ പറ്റുമോ? അല്ല, നേതാവിനെ കാണാൻ പറ്റുമോ? പിന്നെ വരുന്നോലെ എന്താ വെച്ചാൽ 4 ആളെ കൂട്ടിക്കാണ്ട് പോയി ആരുടെ അടുക്കാനും അയക്കൂല, അടുക്കാനും. പിന്നെ വലിയ കച്ചവടക്കാർ ആരെങ്കിലും ഓരാണ് കൊണ്ടുപോകും. അപ്പോൾ ഓര് പറഞ്ഞാൽ പിന്നെ ഓരോ സ്വാധീനത്തിലായി ഓരോ വാർഡിൽ സമ്മേളനം. അതിന് അവിടെ ഉള്ള ആൾക്കാർ മലയാളിനായിട്ട് ഏർപ്പാട് ചെയ്യും. നാം മൂപ്പരെ വിളിച്ചാലോട് വരുമല്ലോ അറിയും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇവിടെ നിന്നുണ്ട്, ഞാൻ അവിടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ യാതൊരു ബേജാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇതിന് നമ്മളെല്ലാം മനസ്സിലാക്കുക. നമ്മളെ പോരായ്മ മനസ്സിലാക്കിയിട്ട് സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തി മുന്നോട്ട് വരുന്നത്. ഇവിടെ തന്നെ ഉണ്ട് ഒരു കൂട്ടർ സെൻട്രൽ കമ്മിറ്റിക്കാർ ഞങ്ങൾ അറിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും പോകാൻ ലീഗ് പ്രസംഗിക്കാനാണ് പോകുന്നത്. കാരണം അല്ല, എനിക്കിപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഒപ്പിച്ചാൽ കഴിച്ചു. ഞാനും ഞങ്ങൾ വേറെ ആവശ്യത്തിന് വന്നാൽ ഞങ്ങൾ നാളെ രാവിലെ പോവുകയും ചെയ്തു. പക്ഷെ എല്ലാവരോടും ഒരുമിച്ച് നിന്നാണ് ഉഷാറായാൽ എല്ലാവർക്കും മെച്ചാണ്. നമ്മൾ തമ്മിലടിച്ചാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നമ്മളെ സ്ഥിതി ഇതായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിടത്താണ്. കാരണം മണ്ഡലങ്ങളൊക്കെ മാറി. കൊടുവള്ളി നിങ്ങളറിയോ, തിരുവമ്പാടി മണ്ഡലത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തായിരുന്നു താമശ്ശേരി, ഓമശ്ശേരി, കട്ടുപ്പാറ. അത് 3 കൊടുവള്ളിക്കാട് പോയി. കൊടുവള്ളി മണ്ഡലമാണ് സ്ട്രോങ് ആയി. തിരുവമ്പാടി നമുക്ക് കൂട്ടി തൊടാൻ പറ്റില്ല. കാരണം അത് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷ മണ്ഡലമായി മാറി. അതുപോലെ വയനാട് പാർലമെന്റ് വന്നു. 3 വയനാട് പാർലമെന്റിൽ 3 വയനാടിലെ സീറ്റും നിലമ്പൂരും വണ്ടൂരും ഈ തിരുവമ്പാടി, പിന്നെ എനിക്കൊരു ഏറനാട് മാത്രമേ ഉള്ളൂ അതിൽ ലീഗിന് ഒരു സ്വാധീനം എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിലൊക്കെ പോയി. പിന്നെ മലപ്പുറം മണ്ഡലം ഇഷ്ടമായി. അതിൽ പൊന്നാനി മണ്ഡലത്തിൽ നമ്മൾ പോകുമ്പോൾ തൃത്താല മണ്ഡലം പൊന്നാനിയിലാണ്. അപ്പം വരാൻ പോണ തെരഞ്ഞെടുപ്പിലും നമ്മൾ അതൊക്കെ മുൻകൂട്ടി കാണാം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാഠം പഠിച്ചു. പിന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ ആ ആത്മധൈര്യം അത് നമുക്ക് ഉണ്ടാവണം. ആരാടാന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനാടാന്ന് പറയാൻ ധൈര്യം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4 കൊടുക്കണം, കൊടുത്തിട്ട് വരണോ? നേതാക്കന്മാരോട് കൊടുത്തോ അടിച്ചോ ഓരാരെങ്കിലും തീർക്കുമോ? നിങ്ങളവിടെ കൊടുത്തു വരണ്ടേ? അപ്പോൾ അവിടെ ഏറ്റെടുക്കും. ഇല്ലെങ്കിൽ നമ്മളെ പോലെ ഇല്ല അവിടെ ഏറ്റെടുക്കാം. നിങ്ങളത്ര ബേജാറാണ്ട ആവശ്യം. കാരണം ഈ നേതാക്കന്മാർക്ക് നിങ്ങളെ വേണ്ടേ കുറച്ച്. പിന്നെ നമ്മളിങ്ങനെ എല്ലായിടത്തും തല്ലും. ഇപ്പോൾ ആ താനൂര് പിന്നെ ഇവിടെയൊക്കെ തിരൂര് പാങ്ങളെന്താ പ്രശ്നം? ഈ കമ്മ്യൂണിസ്റ്റുകാരെന്താ നമ്മൾ തല്ലും തച്ചുകാണി നമ്മളെന്ത് ചെയ്യും? നമ്മൾ കൊണ്ടുകാണിട്ട് പോരും. ഒരു 4 അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ഓന് പേടി ഉണ്ടാവുള്ളൂ. ആ ഒരു പേടി നമ്മളില്ലാതെ ആയത് പോയതുകൊണ്ടാണ് നമ്മൾ അകത്തളങ്ങളിലേക്ക് ഇവർ കയറാൻ തുടങ്ങിയത്. അപ്പം മറ്റേ നമ്മൾ ആളുകൾക്ക് ഇനി അങ്ങേപ്പുറത്ത് നിന്നാൽ കുറച്ച് സുരക്ഷിതമുള്ളൂ എന്നുള്ളത് തോന്നലുണ്ടായി. അത് മാറ്റാൻ നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ ആത്മധൈര്യവും ധൈര്യമൊക്കെ ഉണ്ടാവും. നേതാക്കന്മാർ അതിനനുസരിക്കും. നിങ്ങളൊക്കെ ഒരു 4 ആളെ പൊടുത്തിട്ട് എന്തെങ്കിലും പൊട്ടിട്ട് വരുമ്പോൾ ഒക്കെ ഏറ്റെടുക്കും. ഈ നാദാപുരം സംഭവം ഉണ്ടായിരുന്നു 910. അന്ന് വാപ്പല കാലമാണ്. അന്ന് ഈ നാദാപുരം നമ്മൾ നേതാക്കന്മാരെ നാദാപുരം സംഭവത്തിൻ്റെ പേരിൽ ഒരു ലാത്തി ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ വിലങ്ങാട് പണയം നാദാപുരത്തിന്. അപ്പോൾ ഈ ഗൾഫ് ആളുകളാണ് അധികം. ഇവരിങ്ങനെ വരും, ഇവർക്ക് തോക്കിട്ടണം. ഇവിടെ വേറെ ഇല്ലല്ലോ അല്ലേ? അപ്പം പറയും അവിടെ തോക്ക് ഉണ്ടാക്കുന്ന സ്ഥലം ഇത് വാങ്ങിക്കൊടുത്താൽ മതി. ഞാനിത് വാങ്ങിക്കൊടുക്കും. 900 റുപ്യ അന്നുള്ളൂ. സംഭവം എന്താ വെച്ചാൽ വാപ്പാണ് മരിച്ചു 91 മരിച്ചപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചങ്ങാലിക്കുന്ന കള്ളത്തൊക്കെ ഇട്ടൊന്ന് പൊടിച്ചിട്ട് പൂരം കണ്ടു. പിന്നെ മലപ്പുറം ജില്ല പോയി അന്വേഷണമായപ്പോൾ ഒരുത്ത പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാ കൊടുത്തുകാരും. ഞാനിങ്ങനെ ആലോചിച്ചു ഇതിപ്പോൾ എന്താ ചെയ്യാം. ഞാൻ നമ്മുടെ നേതാക്കളുടെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടോ പറഞ്ഞു. അല്ല അവസാനത്തെ രക്ഷ വേണ്ടേ? പക്ഷെ അന്ന് കരുണാകരൻ മുഖ്യമന്ത്രി ആകുമ്പോൾ മൂപ്പരം എന്താ അന്വേഷണം അവസാനിപ്പിച്ചു. മൂപ്പരം ആ നോക്കം കൂടി ഒരു ഫോറസ്റ്റിലെല്ലാത്ത ആണ് കൊണ്ടുപോയി അവിടുന്ന് കുറച്ച് കിട്ടി തരങ്ങണ്ട് റെക്കോർഡാക്കിയിട്ട് കേസായിട്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞു. അല്ല അതിൻ്റെ മാർഗം അതാണ്. ഞാൻ മൂപ്പരടുത്ത് പോയി നമ്മുടെ നേതാക്കളാണ് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു നിജന്ന് ചെല്ലും എന്നാലേ ഇപ്പോൾ ഒന്ന് ശരിയാവുള്ളൂ. ഞാൻ മൂപ്പരോട് നിങ്ങളൊക്കെ പറഞ്ഞിട്ടേ മൂപ്പരോട് നിങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് അന്ന് ആപ്പി നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താണ്.
എന്താ ചോദിച്ചു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് പോണ്ട ഞാൻ വിളിച്ചു പറഞ്ഞോളാണ് അതോടുകൂടി അതാണ് അവസാനിച്ചു. അപ്പം നിങ്ങളങ്ങനെ ഭരണം ഉണ്ടാകുമ്പോൾ അത്യാവശ്യ കേസൊക്കെ നമുക്ക് പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാം സുതാര്യമായിട്ട് നടക്കാറുണ്ട്. ഭരണം എന്ന് പറഞ്ഞാൽ 60% അവനാൻ്റെ ആൾക്കാർക്ക് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ എല്ലാം നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വരണം. പിന്നെ ചന്ദ്രികൻ്റെ കാര്യം അതിന് തങ്ങൾ പറയും. പിന്നെ ഇപ്പോൾ ഇവിടെ ചന്ദ്രിക അങ്ങോട്ട് വരുന്നില്ല, ഉച്ചക്കാണ് വരുന്നത്, ദേശാമാനി വരുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 1-2 മാസം കൊണ്ടൊക്കെ രാവിലെ പത്രം കിട്ടാതെ ഒരു ബിസിനസ് ഒരു രൂപത്തിൽ അതിനൊക്കെ ഒരു രൂപം കാര്യങ്ങളൊക്കെ പാർട്ടി ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് പണ്ടത്തെ മാതിരിയൊക്കെ എല്ലാവരും ഉഷാറായിട്ട് ഒരു പാത്രത്തിൽ ചോറ് 5 ആൾ കൂടി ഒരു കജിട്ടാറൊക്കെ വെച്ച് ഒരേ മാതിരിയൊക്കെ നിൽക്കും. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇനി വരാനുള്ളതൊക്കെ ഒരു നോമിനേഷൻ അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ വരിക. അപ്പം എന്താ വെച്ചാൽ ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷം മാനിക്കും. അപ്പോൾ എന്നാലും 2 കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കാണ്ട് കാര്യങ്ങളൊക്കെ നടത്തി നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുക. അങ്ങനെ നമ്മൾ ഉഷാറാകുക. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ നമ്മൾ ആത്മധൈര്യം തിരിച്ചു പിടിച്ച് നമ്മുടെ പാർട്ടി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.